കേൾക്കുന്നുണ്ടോ നിങ്ങൾ പ്രേക്ഷകരെ? അപ്പം നമ്മുടെ കഥകളൊക്കെ കഥകളാണോ അതോ തത്വകഥനങ്ങളോ? നല്ലപോലെ ആലോചിച്ച് മറുപടി പറയും. നാഹം കാമാന്ന സംരംഭാത് ന ദ്വേഷാന്ന അർത്ഥകാരണാത് ന ഹേതുവാദാല്ലോഭാദ്വ ധർമ്മം ജഹ്യാം കഥഞ്ജന. ഒരിക്കലും ഞാൻ ധർമ്മം വിട്ട് നടക്കില്ല. അപ്പോൾ ദുര്യോധനൻ എന്നെ ക്ഷണിച്ചത് ഞാൻ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ തിരസ്കരിച്ചതിന് വലിയ അർത്ഥമാണ്. കേട്ടോളൂ എൻ്റെ അഭിപ്രായം. സംപ്രീതി ഭോജ്യാന്നാനി ആപദ്ഭോജ്യാനി വാ പുനഃ ന ച സംപ്രീയസേ രാജൻ ന ചൈവാപദ്ഗതാവയം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ധർമ്മം അക്ഷരം പ്രതി ഉണ്ടാവും. ആ ധർമ്മത്തിൻ്റെ അനുശാസനം ഒരിക്കലും വിട്ടുകളയില്ല. അത്ര ധർമ്മബദ്ധമായി പ്രതിബദ്ധതയോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും. അതിൽ പെട്ടിട്ടാണ് പറഞ്ഞേ എന്ത്? കാമം കൊണ്ട് ഞാനൊരു പ്രവൃത്തി ചെയ്യില്ല, ക്ഷോഭം കൊണ്ട് ചെയ്യില്ല, ദ്വേഷം കൊണ്ട് ചെയ്യില്ല, എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയും ഞാൻ ഒന്നും ചെയ്യില്ല. ഇനി ന്യായവും തൊടുന്യായവും പറഞ്ഞ് വല്ലതും നേടിയെടുക്കുമോ? അതും ചെയ്യില്ല. എന്തു തന്നെ വന്നാലും ശരി, ലോഭം എൻ്റെ മനസ്സിനെ ആക്രമിക്കില്ല. അപ്പം മനസ്സിൽ നല്ലപോലെ ഊന്നി നിന്നുകൊണ്ട് കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾക്ക് വിധേയമാകാതെ അവയെ അകറ്റി നിർത്തിക്കൊണ്ട് സംശുദ്ധമായി സംപൂജ്യമായി അതിപവിത്രമായിട്ടുള്ള മനോഭാവമേ എൻ്റെ പ്രവൃത്തിയിൽ ഉണ്ടാവുള്ളൂ. അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതൊന്നുമില്ലാതെ ഊണ് കഴിക്കാൻ സമ്മതിച്ചിരുന്നെങ്കിലോ എന്തായിരിക്കും സ്ഥിതി? വലിയൊരു തെറ്റാവും. എൻ്റെ വ്യക്തിത്വത്തിനെ തന്നെ വെട്ടിമുറിക്കുന്നതായിരിക്കും അത്. കൃഷ്ണന് ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആണെന്ന് എല്ലാവരും പറയും. അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ദുര്യോധന ആഴത്തിൽ ചിന്തിക്കണം, തുറന്ന് ചിന്തിക്കണം. ദുര്യോധനൻ തന്നെ ആലോചിക്കൂ, ദുര്യോധനൻ്റെ ക്ഷണം ശരിയായോ ഇല്ലയോ എന്ന്. എൻ്റെ മാനദണ്ഡം ഞാൻ പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുര്യോധനൻ സ്വയം ചിന്തിക്കണം. ഞാൻ കൃഷ്ണന് കൊടുക്കാൻ ഉദ്ദേശിച്ച സത്കാരം അല്ലെങ്കിൽ കൊടുത്ത സത്കാരം വാസ്തവത്തിൽ സ്വീകാര്യം ആയിരുന്നുവോ അല്ലയോ, സ്വീകരണാർഹമാണോ എന്ന്. എൻ്റെ മാനദണ്ഡം ഞാൻ പറയാം, കേട്ടോളൂ. ഇത് എനിക്ക് മാത്രമുള്ളതല്ല, ഞാൻ കേട്ടിട്ടുള്ളതാണ്, എല്ലാവരും അനുസരിക്കേണ്ടതാണ്. സംപ്രീതി ഭോജ്യാന്യന്നാനി. നമ്മൾ എപ്പോഴെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഊണ് കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഊണ് കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ആരെങ്കിലും നമ്മളെ ക്ഷണിച്ചു. എന്തിനാണ് ക്ഷണിക്കുന്നത്? അവർ വിഭവസമൃദ്ധമായി വട്ടം കൂട്ടി. എന്നിട്ട് പറയുകയാണ്, നമ്മൾ ഈ വട്ടം കൂട്ടിയിട്ടുള്ളതൊക്കെ നമുക്ക് ഊണ് കഴിക്കാനല്ല, മറ്റുള്ളവർ വന്ന് കഴിക്കാനാണ്. ആ കഴിക്കുന്ന സമയത്ത് അവരെല്ലാവരും വന്ന് കഴിക്കുന്നത് കാണുമ്പോൾ വരുന്നവരെ സ്വാഗതം ചെയ്ത് അവരോടിരുന്ന് ഊണ് കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ സന്തോഷം ഇങ്ങനെ പതഞ്ഞങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ തരുന്നവരെ ആതിഥേയന് വളരെയധികം മനസ്സന്തുഷ്ടി ഉണ്ടാക്കുന്നതാകണം അദ്ദേഹത്തിൻ്റെ ക്ഷണവും ആ ക്ഷണസ്വീകരണവും. സംപ്രീതി ഭോജ്യാനി. ആർക്കാണ് ഇവിടെ സംപ്രീതി? ആര് തരുന്നുവോ ആ ആൾക്ക്. ഇവിടെ കൊടുക്കുന്നത് ആരാ? ദുര്യോധനൻ. ക്ഷണിച്ചതാരാ? ദുര്യോധനൻ. ഏത് പക്ഷത്തിലാ? ശത്രുപക്ഷത്തിലാണ് നിൽക്കുന്നത്. പാണ്ഡവന്മാർക്ക് എതിരായിട്ടുള്ള പക്ഷത്തിൽ. അതിൻ്റെ തലവനാണ്. ആ ആളാണ് വിളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്നെ വിളിച്ചതിൽ സംപ്രീതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഇല്ല എന്നാണ്. സംപ്രീതി ഭോജ്യാന്യന്നാനി ആപദ്ഭോജ്യാനി വാ പുനഃ. അപ്പോൾ വിളിക്കുന്ന ആൾക്ക് സന്തോഷമുണ്ടാവണം. അതെ, ഞാൻ ഊണ് തയ്യാറാക്കുന്നുണ്ട്, നിങ്ങളൊക്കെ വന്ന് കഴിച്ചാൽ എനിക്ക് പരമസന്തോഷം, ഞാനൊരനുഗ്രഹമായിട്ടത് കണക്കാക്കണം എന്ന് പറഞ്ഞ് ഉള്ളു തുറന്ന് ഹാർദമായി ക്ഷണിക്കണം. വന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും കിട്ടാൻ പോണില്ല, ഒക്കെ ചിലവാ, ഒരുക്കു കൂട്ടാനൊക്കെ ചിലവാ. പക്ഷേ കഴിച്ചാലോ അവരുടെ മനസ്സിന് സന്തോഷമാണ്. നമ്മുടെ ആശ്രമത്തിൽ ഇപ്പോൾ ഒരു അന്നവസ്ത്രദാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കൊല്ലത്തിലൊരിക്കലാണ് ഇത് നടത്തണേ. എല്ലാ മാസവും കൊടുക്കുന്ന പ്രതിമാസ ദാനസത്രമുണ്ട്. അത് സത്രമല്ല, പ്രതിമാസം ദാനം കൊടുക്കുന്നുണ്ട്, അത് വേറെ. ഇത് കൊല്ലത്തിലൊരിക്കൽ നമ്മുടെ പഞ്ഞക്കർക്കടകം എന്ന് പേരുള്ള ആ പ്രസിദ്ധമായ മാസം ഉണ്ടല്ലോ. അപ്പം അതിൽ ഞാൻ പലർക്കും ഞങ്ങൾ എഴുത്തെഴുതും. ആ എഴുത്തെഴുതുന്ന സമയത്ത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ എന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ദാനവസ്തുക്കൾ മേടിച്ചു കൊണ്ടുപോകുന്നവർ ഒരു നിലയ്ക്ക് പാവപ്പെട്ട ഗൃഹങ്ങളാണ്. അവരിത് കിട്ടണം എന്ന് വിചാരിച്ച് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കാലം വന്നാൽ, അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആ കിട്ടി അവരത് ഉപയോഗിക്കും. അങ്ങനെ ബാഹ്യമായിരിക്കുന്ന വസ്തുക്കൾ, കുറച്ച് അരി, ഒന്നിലോ ഒരു ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഒരു സാരി, കുറച്ച് മധുരവും കൂടിയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത്
ആ വസ്തുക്കൾ അവർക്കാണ് പോകുന്നത്, അവരാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ കൊടുക്കാൻ വേണ്ടി കൊടുക്കണം എന്ന് വിചാരിച്ച് പല സ്ഥലത്തുമുള്ളവർ ഞങ്ങൾക്ക് അതിൻ്റെ സമർപ്പണങ്ങളും ഉപഹാരങ്ങളുമായി അയച്ചു തരുന്നുണ്ടല്ലോ. അവരാണല്ലോ ഇത് സാധ്യമാക്കുന്നത്. ഇതിൻ്റെ വാസ്തവത്തിലുള്ള ഉൾനിറവ്, ഉൾമികവ്, ആ പുണ്യം, അനുഗ്രഹം ഇത് കൊടുക്കുന്ന ദാതാക്കൾക്കാണ്. ഞങ്ങളുടെ ദൗത്യം എന്താ? ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള സംവിധാനം, ആസൂത്രണമൊക്കെ ഞങ്ങൾ നടത്തുന്നു. ആരെങ്കിലും ഉപഹാരങ്ങളോ സമർപ്പണങ്ങളോ അയച്ചു തരുന്നുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ച് രശീതി കൊടുത്ത് ചുരുങ്ങിയ വിലയ്ക്ക് സാധനങ്ങൾ മേടിച്ച് സംഭരിച്ച് പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റി എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയി നാമസങ്കീർത്തനത്തോടു കൂടി സന്യാസിമാരുടെ ഹസ്തങ്ങൾ മുഖേന തന്നെ കൊടുക്കണം, വരുന്നവരെ സ്വാഗതം ചെയ്ത്. അങ്ങനെ ഒരുക്കുന്ന ഒരു ദൗത്യമേ ഞങ്ങൾക്കുള്ളൂ. ഇത് സാധ്യമാക്കുന്നവർ മുഴുവൻ ദാതാക്കളാണ്. ആ ദാതാക്കൾക്കാണ് ഇതിൻ്റെ പുണ്യാനുഗ്രഹം. ആ പുണ്യാനുഗ്രഹം വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ ഒരാൾ ഊണ് കഴിക്കാനോ മറ്റു കാര്യത്തിനോ വേണ്ടി ക്ഷണിച്ചു. ആ ക്ഷണിച്ചു വന്നാൽ ആ സാധനങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഈ വന്നവരാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത് എന്താ? സംപ്രീതി. സംപ്രീതി. ഒരു മനുഷ്യൻ സ്വയം ഊണ് കഴിച്ചാൽ അയാൾക്ക് വലിയ പ്രീതി ഉണ്ടെന്ന് വിചാരിക്കരുത്. അനവധി ആൾക്കാരെ ഊണ് കഴിക്കാൻ സാധിപ്പിച്ചാൽ അതുകൊണ്ടുള്ള സന്തോഷം നിങ്ങളുടെ മനസ്സിനെ അളക്കാൻ പറ്റില്ല, അത്ര അധികം. അങ്ങനെ സംപ്രീതി ഭോജ്യാന്യന്നാനി. ദാതാവിന് വളരെയധികം സംപ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിക്കാവൂ. അതല്ലെങ്കിലോ ആപദ്ഭോജ്യാനി വാ പുനഃ. നമ്മൾ യാത്ര ചെയ്യണു, അല്ലെങ്കിൽ വല്ലാതെ വിശന്നു. ഒരു രാജാവായാലും യാത്ര ചെയ്യുന്ന സമയത്ത് വയറ് വിശക്കാണ്ടിരിക്കില്ല. അങ്ങനെ വയറ് വിശന്നു, സ്വന്തം രാജധാനിയിൽ നിന്ന് വളരെ ദൂരത്തായിരിക്കും, പഴയ കാലത്തൊക്കെ നടന്നാണല്ലോ പോവുക. അപ്പം വിശന്ന് കഴിഞ്ഞാൽ എവിടുന്ന് ഭക്ഷണം കിട്ടിയാലും കഴിക്കണം. എന്താ? ജഠരാഗ്നി ഇങ്ങനെ കത്തിജ്വലിക്കുക. അതിനെ ശാന്തമാക്കാൻ ഭക്ഷണം കൊടുത്താലേ വഴിയുള്ളൂ. ഒരു ഗ്ലാസോ 2 ഗ്ലാസോ വെള്ളം കുടിക്കാം, അതുകൊണ്ട് വിശപ്പ് മാറില്ല, ദാഹേ തീരുള്ളൂ. അപ്പം ആ ജഠരാഗ്നിയെ ശമിപ്പിക്കാൻ വേണ്ടി വേറെ ഒരു സ്ഥലത്തും ഇല്ല എന്ന് പറഞ്ഞാൽ എവിടുന്ന് കിട്ടിയാലും മേടിക്കാൻ കഴിക്കാം. കേൾക്കണുണ്ടോ നിങ്ങൾ ഈ പറയുന്നത് പ്രേക്ഷകരെ? ആര് തരുന്നുവോ ആ ആളുടെ പ്രീതി കണക്കിലെടുക്കാം. നമുക്ക് അത്യാവശ്യമുണ്ട്, വയറ് വിശക്കണു, വേറെ ഒരു സ്ഥലത്തു നിന്നും കിട്ടാനില്ല, ആപത്തിൽപ്പെട്ടു, ആര് തന്നു എന്നുള്ള ചോദ്യമില്ല. പട്ടി വിഴുങ്ങുന്ന മാതിരി കിട്ടിയത് അങ്ങനെ വിഴുങ്ങും. ഇതാണ് ആപത്തിൽപ്പെട്ട. അപ്പോഴും നമുക്ക് അനുഭവിക്കാം. അങ്ങയുടെ ഈ ക്ഷണത്തിൽ എനിക്ക് എന്താ പറയാനുള്ളത്? നച സംപ്രീയസേ രാജൻ. എന്നെ വായ കൊണ്ട് വിളിച്ചു, സ്വർണ്ണക്കെട്ടിൽ ഇരുത്തി, സ്വർണ്ണത്തളികയിൽ സാധനങ്ങൾ വിളമ്പി, നല്ല ടേബിള്, പങ്കയുണ്ട്, എല്ലാം ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ ഇത് തരുന്ന ദുര്യോധന് ഞാൻ ഊണ് കഴിക്കുന്നതിൽ ഒരു സന്തോഷവുമില്ല, ഒരു സന്തോഷവുമില്ല. ആ ആളെന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്, ശത്രുപക്ഷത്തിൽ നിന്ന് വരുന്നവനായിട്ടാണ് കാണുന്നത്. എന്നെ അയച്ചത് ശത്രുക്കൾ, വന്ന ആള് ശത്രുപക്ഷപാതി. അങ്ങനെ ഒരാളെ ചോറ് കൊടുക്കുന്ന സമയത്ത് ആ ശത്രുത്വമാണല്ലോ മുൻപിൽ നിൽക്കുക. അങ്ങോർക്ക് എന്ത് ശാന്തിയാ? പാണ്ഡവന്മാരെ കുറിച്ച് ആലോചിച്ച് ഒരിക്കലും തൃപ്തിപ്പെടാത്ത മനസ്സാണ്. ഉറങ്ങാൻ പറ്റില്ല ദുര്യോധന്. അപ്പൊ പാണ്ഡവദൂതന് ഭക്ഷണം കൊടുത്ത് സന്തോഷിക്കും എന്നാണോ നിങ്ങൾ പറയുന്നത്? നച സംപ്രീയസേ രാജൻ. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം നചൈവ ആപദ്ഗതാവയം. ഞാൻ ആപത്തിൽപ്പെട്ടിട്ടുമില്ല. എനിക്ക് പിടിച്ച സ്ഥലമുണ്ട്, ഇവിടെ ഊണ് കഴിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. ദുര്യോധൻ്റെ പറ്റില്ല എന്നേ എനിക്കുള്ളൂ. എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ ആരാധിക്കുന്നവരും എൻ്റെ ദൗത്യം വേണ്ടതുപോലെ മനസ്സിലാക്കുന്നവരും ഈ രാജധാനിയിൽ തന്നെ, അവിടെ ഇവിടെയൊക്കെ മാറിയാൽ ചിലരെയൊക്കെ കാണാം. അപ്പം ഞാൻ ആപത്തിൽപ്പെട്ടിട്ടില്ല ദുര്യോധന. ദുര്യോധന് ഞാൻ ഊണ് കഴിക്കുന്നതിൽ ഉള്ളഴിഞ്ഞ സന്തോഷവും ഇല്ല. അത് രണ്ടുമില്ലാത്തതിൻ്റെ പേരിൽ ഈ ക്ഷണം തിരസ്കരിക്കാതെ ഞാൻ എന്തു ചെയ്യും? നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. സംപ്രീതി ഭോജ്യാന്യന്നാനി ആപദ്ഭോജ്യാനി വാ പുനഃ നച സംപ്രീയസേ രാജൻ നചൈവ ആപദ്ഗതാവയം. ഇത് ഒരു 55 കൊല്ലം മുൻപ് ഞാനിത് വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അന്ന് മുതൽക്ക് ഭൂമാനന്ദ സ്വാമിജിയുടെ മനസ്സിലുള്ളതാണ്. ഇങ്ങനെ ഓരോരോ മൂല്യം, ഓരോരോ സിദ്ധാന്തം വായിക്കുമ്പോൾ ഇതിൻ്റെ ഉടനടിയുള്ള സ്വാധീനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മനസ്സിനുള്ള കരുത്ത്, ഉൾക്കരുത്ത്. ദേഹത്തിനുള്ള ബലമല്ല.
എന്ത് തീരുമാനമെടുക്കാനും എന്ത് ആദർശം പുലർത്താനും അതിനുവേണ്ടി പരിശ്രമിക്കാനും അചഞ്ചലമായിരിക്കുന്ന ഒരു മനസ്ഥിതി നമുക്കുണ്ടാവും. മനസ്സിനെ അലങ്കരിക്കുന്നത് ഭക്ഷണമല്ല, വസ്ത്രമല്ല. മനസ്സിനെ അലങ്കരിക്കുന്നത് വാല്യൂസാണ്, മൂല്യങ്ങൾ നൽകുന്ന ധന്യതയാണ്. ആ മൂല്യങ്ങളാണ് മനസ്സിന് ശക്തി. ബുദ്ധിക്ക് ശക്തി അറിവാണ്. നമ്മുടെ ബുദ്ധിയും മനസ്സും നന്നാവണം എന്നുണ്ടെങ്കിൽ ഈ ഇതിഹാസ രചന നല്ലതുപോലെ വായിക്കൂ, ഗ്രഹിക്കൂ. കൃഷ്ണനെ കൊണ്ട് തിരസ്കരിപ്പിച്ചത് എന്താ? വലിയൊരു മൂല്യമാണ്, വലിയൊരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തം കൃഷ്ണന് മാത്രമുള്ളതല്ല, കൃഷ്ണന് മുൻപും ഉണ്ടായിരുന്നു, കൃഷ്ണൻ്റെ കാലത്തും ഉണ്ടായിരുന്നു, അതിന് ശേഷവും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പലരും നിങ്ങളെ ക്ഷണിക്കാനും വിളിച്ചു കൊണ്ടുപോകാനും ഉണ്ടാവും. എവിടെ പോകണം, എവിടെ പോകരുത് എന്ന് നല്ല പോലെ ആലോചിക്കണം. ഞാനൊരു രസകരമായിട്ടുള്ളൊരു അനുഭവം പറയാം. അത് കേൾക്കാൻ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഇനി നന്നാവില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്ന് ധരിച്ചാൽ മതി. അപ്പോൾ ഈ മുക്തിസുധാകരത്തിന് എനിക്ക് പറയണമല്ലോ. ഇത് പറഞ്ഞുണ്ടാക്കുമ്പോൾ ഇപ്പം ഞാൻ ഒരു മാസത്തിൽ 5-8 ദിവസം പറയണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്താ കാരണം? ഞങ്ങൾ ഓഗസ്റ്റ് മാസം മുതൽക്ക് വിദേശയാത്രയും സ്വദേശയാത്രയുമായിട്ട് അങ്ങനെ 5-8 മാസം അങ്ങനെ കഴിയും. അപ്പോൾ ആശ്രമത്തിൽ ഇരിക്കുന്ന ദിവസങ്ങൾ കുറയും. അപ്പോൾ ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും പറഞ്ഞാലേ ഒരു മാസം ടെലികാസ്റ്റ് ചെയ്യാൻ കിട്ടുള്ളൂ, നമുക്ക് സംപ്രേഷണം ചെയ്യാൻ. അപ്പോൾ വല്ലവരുമൊക്കെ എന്തെങ്കിലും ഒരു തത്വപ്രവചനത്തിന് വിളിച്ചാൽ എന്നെ വിളിക്കരുത്, നിങ്ങൾ വിളിക്കരുതെന്ന് ഞാൻ പറയാറുണ്ട്. എന്നാലും ചിലരൊക്കെ ഇവിടെ വരും. അപ്പോൾ കുറേ മാസങ്ങൾ മുമ്പ് തൃക്കളത്തൂരിൽ നിന്ന് നല്ല 1-2 കൂട്ടർ ഇവിടെ വന്നു. 2-3 ആൾ കൂടി, സ്വാമിജി ഞങ്ങളൊരു ത്രിവേദ ലക്ഷാർച്ചന നടത്താൻ പോകുന്നുണ്ട്. ആ സമയത്ത് സ്വാമിജി ഒരു ദിവസമെങ്കിലും വന്ന് ഞങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താണ് ഈ ത്രിവേദ ലക്ഷാർച്ചന, ആരാ, എന്താ, ഏതാന്നൊക്കെ ചോദിച്ചു. അപ്പം അതിൽ എനിക്കൊന്ന് തോന്നിയത്, വേദങ്ങൾ സാധാരണ 4 വേദമുണ്ട്, എന്നാൽ അത് 3 ഇവിടെ പ്രയോഗത്തിലുള്ളൂ. എന്ത്? ഋഗ്വേദം, യജുർവേദം, സാമവേദം. അഥർവവേദം ഒന്നൊന്നുണ്ട്. നല്ല നല്ല ഉപനിഷത്തുകളൊക്കെ അഥർവവേദത്തിലാണ്. അപ്പോൾ പഴയ കാലത്ത് ഇവിടെ അഥർവവേദം, അതിനെ 4-ാം വേദം എന്ന് പറഞ്ഞ് തള്ളിയും കൂടി സംസാരിക്കാറുണ്ട്. എന്നാൽ വടക്കേ ഇന്ത്യയിൽ പോയാൽ ഈ അഥർവവേദം, ഇവിടെ ഋഗ്വേദവും യജുർവേദവും സാമവേദവും എങ്ങനെയോ അതുപോലെ അഥർവവേദികളായിട്ട് ചിലരെപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പം 3 വേദം കൊണ്ടുള്ള ലക്ഷാർച്ചന അതിൽ അഥർവവേദം പെടുത്താറില്ല, ഇവിടെ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 3 വേദവും കൂട്ടിച്ചേർത്ത് ഒരു ലക്ഷാർച്ചന നടത്തണം. അത് കുറേ 2-3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്, വലിയ ചിലവുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട്, ഇത് കുറേ കഴിഞ്ഞിട്ടല്ലേ വരാൻ പോണത്, നിങ്ങൾ ഏതായാലും പോവും, നമുക്ക് പിന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊന്ന് അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു. അത് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പം എന്താ തിരക്ക് കൂട്ടണേ, എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട് വരാൻ, വളരെ ദൂരത്തുമാണത്, ഇവിടുന്ന് കുറേ സമയം പിടിക്കുക അവിടെ എത്തണമെങ്കിൽ. കാറിൽ പോവുകയാണെങ്കിൽ 2-3 മണിക്കൂറൊക്കെ വേണം. അത് സമയത്ത് എനിക്ക് വരാൻ പറ്റണ്ടേ, കാലത്ത് വല്ല പ്രാതലൊക്കെ കഴിച്ചിട്ടേ പുറപ്പെടാൻ പറ്റുള്ളൂ. അവിടെ എത്തുമ്പോഴേക്കും നട്ടുച്ചയാവും, നട്ടുച്ചയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോൾ അവർക്ക് അറിയാം സ്വാമിജി വരാൻ പോകണമെന്നുള്ളത്. എന്നിട്ട് അവർ പോയിട്ട് എനിക്ക് 1-2 ഇമെയിലൊക്കെ അയച്ചു. അപ്പോൾ അയച്ചതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞത് എന്താ, സ്വാമിജിക്ക് ഞങ്ങൾ വളരെ ഭംഗിയായിട്ടൊരു സ്വീകരണം തരാൻ പോകണമെന്ന്. എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നു. ഞങ്ങളൊക്കെ സ്വീകരണം ലഭിക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? അതാണോ നമുക്ക് ആവശ്യം? നമ്മളെ വിളിക്കുന്നത് സ്വീകരണം തന്ന സ്വീകരണം കിട്ടിയിട്ട് മടങ്ങി അങ്ങോട്ട് പോരാൻ പറ്റുമോ? നമ്മളവിടെ പോകുന്നത് ജിജ്ഞാസുക്കളോ പൃച്ഛകന്മാരോ ഭക്തന്മാരോ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ വിശേഷപ്പെട്ട സംസ്കാരത്തിൻ്റെയും തത്വമൂല്യ സിദ്ധാന്തങ്ങളുടെയും ഒരു ആധുനികമായ അവതരണം അവർക്ക് നൽകിയാൽ എല്ലാവർക്കും അത് ഒരു ദിവ്യ അമൃത വർഷം പോലെയാവും. അതൊക്കെയാണല്ലോ. ദൃശ്യശ്രവ്യങ്ങളായിട്ട് പലതും ഉണ്ടാവും, ബുദ്ധിഗ്രാഹ്യങ്ങളായിട്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മനസ്സിനും ബുദ്ധിക്കും ഗ്രഹിക്കാൻ പറ്റിയ തരത്തിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകിച്ചും ത്രിവേദ ലക്ഷാർച്ചന നടക്കുകയാണ്. അപ്പോൾ വേദം എന്താ, വേദത്തിൽ പ്രധാനപ്പെട്ട ഭാഗം എന്താ, ഉപനിഷത്ത്. ആ ഉപനിഷത്തിൻ്റെ നിർദ്ദേശം എന്ത്, അതിൻ്റെ പ്രഖ്യാപനം എന്ത്, ആ ഉപനിഷത്ത് പദ്ധതി അനുസരിച്ച് നമ്മുടെ ജീവിതം എങ്ങനെയാവണം എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ചുരുങ്ങിയ തോതിലെങ്കിലും ഒരു സന്ദർഭമാണ്. അപ്പോൾ എന്തായാലും പോവാം. അപ്പം ഞാൻ ഇങ്ങനെ ദൂരത്തേക്ക് പോവാം എന്നങ്ങോട്ട് പറഞ്ഞാൽ ആശ്രമത്തിലുള്ളവർക്ക് വലിയ വിഷമമാണ്. എൻ്റെ എല്ലാ വിധത്തിലുള്ളതും തെറ്റും. അടുത്ത കാലത്ത് ഡോക്ടർമാർ ചിലതൊക്കെ പറഞ്ഞിരിക്കുക, സ്വാമിജി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം, പട്ടിണി അധികം നേരം കിടക്കരുത്. എനിക്കിത്തിരി വിശപ്പൊക്കെ ഉണ്ടാവുന്നത് ഇഷ്ടമുള്ള ആളാണ്. വിശന്ന് ഊണ് കഴിക്കുമ്പോൾ ഇത്തിരി സന്തോഷം കൂടുതലാണ്.
അതൊന്നും പാടില്ല, ഷുഗർ ലെവൽ കൂടും എന്നൊക്കെ പറയുന്നു ഡോക്ടർമാർ. അപ്പോൾ ഒരു വിഷമം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആലോചിക്കാമെന്ന്. അവർ 2-3 ഇമെയിലൊക്കെ അയച്ചു. അപ്പോഴും ഞാൻ പറയും സമയമായിട്ടില്ലല്ലോ എഴുതാമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇമെയിലിൽ നിന്നും ഒരു വർത്തമാനവും ഇല്ല. അപ്പം ഞാൻ നമ്മുടെ ആശ്രമത്തിലുള്ള കൂടെയുള്ള ആളോട് പറഞ്ഞു, അതെ അവരൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ അന്ന് വരെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾ എന്നോട് പറയൂ ഞാൻ വരാമെന്ന്. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ സ്വാമിജി വന്നില്ല, മറുപടി പറഞ്ഞല്ലോ, അതുകൊണ്ട് വരില്ല എന്നാണ് തീരുമാനിച്ചത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, പ്രോഗ്രാമൊക്കെ പ്രിൻ്റ് ചെയ്തു, സ്വാമിജിയുടെ പേരൊന്നും ഇട്ടിട്ടില്ല. സ്വാമിജി വരണത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്, എങ്ങനെയായാലും വരണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവാമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളതാണ്. ഒരു ത്രിവേദ ലക്ഷാർച്ചന വളരെ ബുദ്ധിമുട്ടി ക്ലേശങ്ങൾ സഹിച്ച് അതിനുള്ള പണവും പിരിച്ച് എല്ലാവരും കൂടി നടത്തുന്നു ഒരു ക്ഷേത്രത്തിൽ, ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ. ഇതിലധികം നമ്മുടെ വൈദിക സംസ്കാരം നിലനിൽക്കാൻ പറ്റിയിട്ടുള്ള എന്ത് നടപടിയാണ് ഉള്ളത്? അപ്പോൾ അതിനെ നാം പോഷിപ്പിക്കേണ്ട ചുമതലയുണ്ട്. അതിനു വേണ്ട അനുഗ്രഹങ്ങളോ ആശീർവാദങ്ങളോ ആ സമയത്ത് തത്വപ്രബോധനം എന്തെങ്കിലും സാധിക്കുമെങ്കിൽ അതും എല്ലാം നടത്തണം എന്ന് വിചാരിച്ച് മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ളതാണ് വരാമെന്ന്. അപ്പോൾ വിളിച്ച് സംസാരിക്കും. അപ്പോൾ അവർ പറഞ്ഞു വരുന്നത് വളരെ സന്തോഷമാണ്, പക്ഷെ ഞങ്ങൾ സ്വാമിജിയുടെ പേരൊന്നും അടിച്ചിട്ടില്ല. അതടിച്ചില്ലെങ്കിൽ എന്താ, അവിടെ വരലാണോ ആവശ്യം. അവരെന്ത് ചെയ്തു, നമ്മുടെ പേരും കൂടി കൂട്ടിച്ചേർത്ത് പുതിയതായിട്ടൊന്ന് അടിച്ച് ഒരു സൂത്രമൊക്കെ ഒപ്പിച്ച് ഇങ്ങോട്ട് അയച്ചു തരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയടുത്ത് നല്ല ഒരു സദസ്സ്, വളരെ ഭംഗിയായി കാര്യങ്ങൾ നടത്തിയിരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ ചെയ്തതെന്താ, എല്ലാവർക്കും പ്രസാദമായി ഒരു തെങ്ങും തയ്യാണ് കൊടുത്തത്. അതും കേട്ടോളൂ നിങ്ങൾ, ഇങ്ങനെയുണ്ടല്ലോ ചില കാര്യങ്ങൾ. അപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ചില ബുദ്ധിയുള്ളവരും സംസ്കാര പ്രേമികളുമായിരുന്നു. എന്തിനാ ഞാനിത് പറഞ്ഞത്, അവർ വിളിച്ചോ വിളിച്ചില്ലേ, രണ്ടാമത് പറഞ്ഞോ പറഞ്ഞില്ലേ, പേരടിച്ചോ അടിച്ചില്ലേ, അവിടെ പോകണം എന്ന് തോന്നി. എനിക്ക് എൻ്റെ മനസ്സിന് തോന്നിയതാണ് പോകണമെന്ന്. ഞാൻ പോയി കാര്യം നടത്തി വന്നു, എല്ലാവർക്കും സന്തോഷമായി. അവിടെ പോയപ്പോഴോ നട്ടുച്ച, ആ നട്ടുച്ചയ്ക്ക് 11:30-ക്കെങ്കിലും തുടങ്ങാമെന്ന് വിചാരിച്ച് 12 മണിയായി. അവരോട് സംസാരിച്ച് മടങ്ങി ഇവിടെ വരുമ്പോഴേക്കും സമയം ഒരുപടി വൈകിട്ടുണ്ടായിരുന്നു. 3 മണി 4 മണി ആയോ സംശയമുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ എവിടെ പോകണം എവിടെ പോകണ്ട ഇത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. എല്ലാ കാര്യത്തിലും ഈ മാനദണ്ഡം. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും സംപ്രീതി ഭോജ്യാന്യന്നാനി ആപദ്ഭോജ്യാനി വാ പുനഃ. അവർ ക്ഷണിച്ച കാര്യം അവിടെ ഇരിക്കട്ടെ, പോകുന്നതിൽ നമുക്ക് സന്തോഷമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ കൊല്ലങ്ങൾ മുൻപ് ഞാനിത് വായിച്ചതിന് ശേഷം എപ്പോഴും ഈ ഒരു മൂല്യത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് അനുബന്ധമായി പല മൂല്യങ്ങളും നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെയാണ് ഈ ഉൾ വ്യക്തിത്വം വികസിച്ച് ഒരു മനുഷ്യൻ്റെ കഴിവ്, വ്യഗ്രത, വീക്ഷണ വിശാലത ഇതെല്ലാം വർദ്ധിക്കുന്നത് ഇത് വായിച്ചിട്ടാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് മനസ്സിനെ വികസിപ്പിക്കാൻ പൗഡർ പൂശിയാൽ പറ്റില്ല. വല്ല പുസ്തകങ്ങളും വായിച്ചാലും മനസ്സ് വികസിക്കില്ല. ഇങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള പുസ്തകങ്ങൾ, മനസ്സിനെയും ബുദ്ധിയെയും അഭിസംബോധന ചെയ്യുന്ന പുസ്തകങ്ങൾ വായിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണൻ തുടർന്ന് പറയുകയാണ്, ദ്വിഷതന്നം ന ഭോക്തവ്യം ദ്വിഷന്തം നൈവ ഭോജയേത് പാണ്ഡവാൻ ദ്വിഷസേ രാജൻ മമ പ്രാണാഹി പാണ്ഡവാഹ. ദുര്യോധന, നല്ല ആലോചനയാ എൻ്റെ ഉള്ളിൽ. എനിക്ക് തിരസ്കരിക്കാൻ 1/2 സെക്കൻഡേ വേണ്ടി വന്നുള്ളൂ. എന്താ കാരണം? എനിക്ക് ദുര്യോധനെ അറിയാം, എന്നെയും അറിയാം, പാണ്ഡവന്മാരെ അറിയാം. നിങ്ങൾ ഇക്കണ്ട കാലമായിട്ട് ജീവിച്ചു വരുന്നു. ആരായി പാണ്ഡവന്മാർ? കള്ളച്ചൂതിൽ നിങ്ങൾ തോൽപ്പിച്ചവരാ. അപ്പോൾ വാസ്തവത്തിൽ ഈ ചൂത് കൊണ്ട് അവർ തോറ്റുവോ അതോ ദുര്യോധന നിങ്ങൾ തോറ്റുവോ എന്നുള്ളത് ചിന്തിക്കണം. വിധിയെഴുത്ത് കഴിഞ്ഞിട്ടില്ല. കള്ളച്ചൂതിൽ തോൽപ്പിച്ച് നിഷ്കരുണം 12 കൊല്ലം കാട്ടിലേക്ക് പറഞ്ഞയച്ചു. ആ പറഞ്ഞയച്ചതിൽ അഗ്രഗണ്യനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അഗ്രഗണ്യൻ. ഒരിക്കൽ തോൽപ്പിച്ചു, എല്ലാം സമാധാനമായി പോയി. രണ്ടാമതും വിളിച്ച് 12 കൊല്ലം വനവാസം, 1 കൊല്ലം അജ്ഞാതവാസം. ഇതൊക്കെ മെനഞ്ഞെടുത്തത് ആരാ? ദുര്യോധനും ദുര്യോധൻ്റെ ശകുനിയും കൂട്ടർ. ആ ആളാണ് എന്നെ വിളിക്കണത്. ഞാൻ വരുന്നതോ പാണ്ഡവ പക്ഷത്തിൽ നിന്നാണ്. നിങ്ങൾ നശിക്കണം 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 എന്ന് വിചാരിക്കുന്നവരാണ് പാണ്ഡവന്മാർ. ആ പാണ്ഡവന്മാരുടെ ആവശ്യത്തിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ദ്വിഷതന്നം ന ഭോക്തവ്യം. വെളുത്ത ചോറും കറുത്ത മുഖവുമായി വിളമ്പിയാൽ ശരിയാവില്ല ദുര്യോധന.
ഊണ് കഴിക്കാൻ തങ്കക്കിണ്ണമുണ്ടാവാം, അവിടെ തങ്കത്തളിക, മേശയും തങ്കമാകാം, അതിൽ തരുന്നത് വെളുത്ത ചോറാകാം, പക്ഷെ അത് തരുന്നത് കറുത്ത മുഖത്തോടും മനസ്സോടും കൂടിയാണ്. ദ്വിഷതന്നം ന ഭോക്തവ്യം. നമ്മളെ വെറുക്കുന്നവൻ്റെ അടുത്തുനിന്ന് അന്നം കഴിക്കരുത്. ആ വെറുപ്പ് നമുക്ക് വിഷമായി തീരും. ദ്വിഷന്തം നൈവഭോജയേ. നമ്മളെല്ലാവർക്കും ചോറ് കൊടുക്കണം. നമ്മളെ പിടിക്കാത്തവർ, ഊണ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ, വെറുക്കുന്നവർ, ശത്രുവായി കണക്കാക്കുന്നവർ, അവർക്ക് വിളമ്പി കൊടുക്കേണ്ട ആവശ്യമില്ല. ആർക്ക് വിളമ്പി കൊടുത്താൽ നന്നായിരിക്കുമോ, അവർക്ക് സുഖം തോന്നുമോ, അവർക്ക് വിളമ്പിക്കോളൂ, അവർക്ക് വിളമ്പിക്കോളൂ. അല്ലാണ്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കണം എന്നില്ല. ദ്വിഷതന്നം ന ഭോക്തവ്യം ദ്വിഷന്തം നൈവ ഭോജയേത്. പാണ്ഡവാൻ ദ്വിഷസേ രാജൻ. രാജാവേ, അങ്ങ് പാണ്ഡവന്മാരെ നഖശിഖാന്തം വെറുക്കുന്നു. രാവും പകലും അവർ ചാവണം, അവർ നശിക്കണം. അരക്കില്ലമുണ്ടാക്കി പാർപ്പിച്ച്, സൗഹാർദ്ദ വാക്കുകൾ പറഞ്ഞ് പാർപ്പിച്ച് അതിന് കൊള്ളിവെച്ച ആളല്ലേ ദുര്യോധനൻ. രാജാവാണ് പേര്. രാജാവ് പ്രജകളുടെ ഹിതമാണ് ആവശ്യപ്പെടുക. നിങ്ങൾ സഹോദരന്മാരാണ്. നിങ്ങളെ എന്ത് ചെയ്തു ഈ പാണ്ഡവന്മാർ? നിങ്ങളല്ലേ ചെയ്തത് മുഴുവനും. അവരെന്താ നിങ്ങൾക്ക് ഉപദ്രവം ചെയ്തത്? എന്തുപദ്രവം ചെയ്തു? ഒരെണ്ണം എൻ്റെ അടുത്തുണ്ടെങ്കിൽ പറയൂ. പാണ്ഡവാൻ ദുഷസേ രാജൻ മമ പ്രാണാഹി പാണ്ഡവാഹ. നിങ്ങൾ എന്തു തന്നെ ചെയ്താലും നിങ്ങളെ കുറ്റം പറയാതെ ഗന്ധർവന്മാർ തോൽപ്പിച്ചു, പിടിച്ചു കെട്ടി കൊണ്ടുപോയി. യുധിഷ്ഠിരൻ, നിന്റെ ജ്യേഷ്ഠൻ എന്താ പറഞ്ഞത്? വിട്ടങ്ങട് കളയൂ എന്നാ പറഞ്ഞത്, വിടൂന്ന്. അവർ തോറ്റിരിക്കണു, നമ്മളെ വിളിച്ച് കരയണു, ഉടനെ നിങ്ങൾ പോണമെന്ന് അർജുനനോടും ഭീമനോടും പറഞ്ഞു. രണ്ടുപേരും എതിർത്തപ്പോൾ പറഞ്ഞു, പുറം ശത്രുക്കൾ വന്നാൽ ഞങ്ങൾ 100ഉം 5ഉം 105. അകത്താവുമ്പോഴോ അവർ 100ഉം നമ്മൾ 5 വിരോധമില്ല. ഇതല്ലേ യുധിഷ്ഠിരൻ പറഞ്ഞത്? ആ യുധിഷ്ഠിരൻ്റെ പെരുമാറ്റത്തിലോ ചിന്തയിലോ എന്തെങ്കിലും സമ്പർക്കത്തിലോ ദുര്യോധന എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു കറയോ ഒരു കുറയോ ഒരു ദൂഷ്യമോ ഒരു വിഷമോ കാണിച്ചു തരാൻ പറ്റുമോ? ആ പാണ്ഡവാഹ മമ പ്രാണാഹാഹി. എൻ്റെ പ്രാണന്മാരാണ് പാണ്ഡവന്മാർ. ആ പാണ്ഡവന്മാരുടെ ദൗത്യം വഹിച്ചുകൊണ്ട് ഞാൻ വരണു. പാണ്ഡവന്മാരെ ദുര്യോധനൻ വെറുക്കണു. അവരെക്കുറിച്ച് വിഷമാണ് മനസ്സിൽ. ആ വിഷച്ചോറ് ഞാൻ ഒരിക്കലും കഴിക്കില്ല. ദ്വിഷതന്നം ന ഭോക്തവ്യം ദ്വിഷന്തം നൈവ ഭോജയേത്. പാണ്ഡവാൻ ദ്വിഷസേ രാജൻ മമ പ്രാണാഹി പാണ്ഡവാഹ. സർവമേതന്ന ഭോക്തവ്യം അന്നം ദുഷ്ടാഭിസംഹിതം. ക്ഷത്തുരേകസ്യ ഭോക്തവ്യം ഇതി മേ ധീയതേ മതിഃ. സർവമേതന്ന ഭോക്തവ്യം അന്നം ദുഷ്ടാഭിസംഹിതം. ആരന്നം വിളമ്പുകയാണെങ്കിലും മനസ്സിൽ ദോഷം, വെറുപ്പുള്ള ഭാവനകൾ, ദുഷ്ടഭാവനകൾ എന്തുണ്ടോ ആ ഭാവനകളോടുകൂടി തരുന്ന ഒരു വറ്റ് ചോറ് പോലും കഴിക്കരുത്. അത് കഴിച്ചാൽ നമ്മുടെ മനസ്സിൽ അജീർണമുണ്ടാകും. ആ വിഷം നമ്മുടെ ശരീരത്തിലും മനസ്സിലും കുത്തിക്കേറും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല. തപസ് ചെയ്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസി ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഭിക്ഷ കൊടുത്തു. ആ ഭിക്ഷയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് ഒരു കുട എടുത്തുകൊണ്ടാണ് പോയി. അവിടുത്തെ കുട പഴയ കാലത്താണ്. അപ്പോൾ ശീലക്കുടയ്ക്ക് വലിയ വിലയാണല്ലോ, അന്നൊക്കെ വളരെ അപൂർവമാണ്. അത് കുട കാണാനില്ല എന്ന് പറഞ്ഞ് ഈ സന്യാസിയാണ് വന്നത്, കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പോയി ഓടിച്ചാടി എത്തി സന്യാസിയുടെ അടുക്കലെത്തി. ഈ കുട ഞങ്ങളുടെ കുടയാണല്ലോ, ചോറേ ഞങ്ങൾ തന്നുള്ളൂ, കുട തന്നിട്ടില്ല, പിന്നെ എന്തിനാ കുടയും കൊണ്ടുവന്നത്? ആ ആൾ വല്ലാത്ത അമളിയോട് കൂടി കുട കയ്യിൽ കൊടുത്തു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് കേട്ടോ. ഞാൻ പലയിടത്തും പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. വാസ്തവത്തിൽ ഞാൻ ഈ കുട എടുക്കണമെന്ന് വിചാരിച്ചിട്ടുമില്ല. വലിയൊരു ശുദ്ധിയുള്ള മനുഷ്യനാണ്. നിങ്ങളുടെ വീട്ടിൽ അന്നം കഴിച്ചിട്ട് ഉടനെ എനിക്ക് ഈ കുടയെടുത്ത് വരണം എന്ന് തോന്നിയതെന്താ? അപ്പം നിങ്ങളുടെ വീട് നടക്കണത് എങ്ങനെയാണ്? നിങ്ങളുടെ തൊഴിൽ എന്താ? നിങ്ങളുടെ വരുമാനം എന്താ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി മോശം. അപ്പം നിങ്ങൾ ആ തന്ന ചോറ് കഴിച്ചിട്ടാണ് എനിക്ക് ഈ കുട എടുത്തുകൊണ്ട് വരണമെന്ന് മനസ്സിൽ തോന്നിയത് തന്നെയെന്നാണ് സന്യാസിയുടെ അഭിപ്രായം.
കേട്ടോളൂ, ഈ വിഷം എന്ന് പറയുന്നത് എത്രയാണെന്ന്. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാവുന്നതിൻ്റെ അർത്ഥം എന്താ കൂട്ടരെ, നിങ്ങളൊന്ന് പറയൂ. നമ്മൾ സാധാരണ കാണുന്നത് വിട്ട് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതായ പല മനഃശക്തികളും മനഃപ്രേരണകളുമുണ്ട്. ഇതിപ്പോൾ ഒരു കുടുംബത്തിലെ ചരിത്രമാണ് ഈ പറയുന്നത്. കൃഷ്ണനാണ് ഈ പറയുന്നത്. ദൂത് പറയാൻ പോയി നടത്തിയിട്ടുള്ള സത്കാരത്തിൻ്റെ മുൻപിലാണ്. അപ്പം നമ്മുടെ സത്യം പറയാൻ, നമ്മുടെ ധർമ്മം പറയാൻ എന്തും നമുക്ക് അവസരമാണ്, ഏതും നമുക്ക് രംഗമാണ്. നമ്മുടെ ദിവ്യ സന്നിധികളിലാണ് ഈ കഥകൾ മുഴുവൻ പറയുന്നത്. കഥകൾ പറയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൽ ദുഷ്ടന്മാരുടെ ദുഷ്ടത വർണ്ണിക്കണം, ശിഷ്ടന്മാരുടെ ശിഷ്ടത വർണ്ണിക്കണം, രാക്ഷസന്മാരുടെ രാക്ഷസ കൃത്യങ്ങൾ മുഴുവൻ വിവരിക്കണം. രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി എന്ന് പാഠകമായാലും ചാക്യാരുകൂത്തായാലും ഉപന്യാസമായാലും ജ്ഞാനയജ്ഞമായാലും ആ രംഗം വർണ്ണിക്കാതെ പറ്റില്ല. അനവധി യുദ്ധങ്ങൾ വർണ്ണിക്കേണ്ടി വരും. കളവും ചതിയും ഒക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യണത്, ചർച്ച ചെയ്യുന്നത്. എന്താ? ജനങ്ങൾക്ക് മനസ്സിലാവാൻ. നമുക്കിത് ഇന്ന സ്ഥലം എന്നില്ല, പറയുന്നതിൽ നിന്നുള്ള ആ ഉദ്ദേശവും ലക്ഷ്യവുമാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഞാൻ ദുര്യോധനെ വർണ്ണിക്കുന്ന സമയത്ത് ഭൂമാനന്ദ സ്വാമിജിയുടെ മനസ്സിൽ ഈ വർണ്ണനയൊക്കെ കേട്ട് പ്രേക്ഷകന്മാർ ദുര്യോധനന്മാരായി തീരണം എന്നാണോ? ആലോചിച്ച് മറുപടി പറയൂ. മനുഷ്യ മനസ്സ് ദുഷ്ടതയ്ക്ക് സാധ്യതയുള്ളതാണ്. ഏത് സമയം വേണമെങ്കിലും ദുഷ്ടതയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം മനുഷ്യ മനസ്സിനെ. ദുര്യോധനന്റെ മുമ്പിൽ അവതരിപ്പിക്കണു. ആ ദുര്യോധനൻ എത്രയായിട്ടും തൻ്റെ ദുഷ്ടത വിട്ടില്ല. എന്നിട്ട് അവസാനം ഉണ്ടായതോ, എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് 11 അക്ഷൗഹിണി സേനയെ കൊണ്ടുവന്ന് ഈയാമ്പാറ്റ കൂട്ടുകാരെ വിളിച്ച് ജ്വലിക്കുന്ന അഗ്നിയിൽ കൂട്ടാഹുതി ചെയ്യുന്ന പോലെ 18 ദിവസം കൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണായി. ഇതാണ് ദുര്യോധനൻ വരുത്തി തീർത്തത്. അങ്ങനെ തരിപ്പണം വയ്ക്കാൻ വേണ്ടി ഇപ്പുറത്തും 7 അക്ഷൗഹിണി സേന വേണ്ടി വന്നു. ദുഷ്ടന്മാർ അവസാനം ദുഷ്ടത മൂത്ത് അങ്ങേ അറ്റം എത്തിയാൽ ശാരീരികമായി ബാഹ്യമായിരിക്കുന്ന സംഘട്ടനം ഒഴിവാക്കാൻ സാധിക്കില്ല. പറഞ്ഞു കൊടുത്താൽ കേൾക്കണം, കേട്ടില്ലെങ്കിൽ പിന്നെ എന്താ വഴി? ഇവിടെ ദുര്യോധനൻ എന്താ ചെയ്യാൻ പോണത് നമുക്ക് കാണാം. ഇതൊക്കെ കേട്ടിട്ട് എന്താണ് ദുര്യോധനന്റെ നിലപാടെന്ന്. ദുഷതന്നം ന ഭോക്തവ്യം ദുഷന്തം നൈവ ഭോജയേത് പാണ്ഡവാൻ ദുഷസേ രാജൻ മമ പ്രാണാഹി പാണ്ഡവാഹ. അപ്പം ഞാൻ ഈ ഊണ് കഴിച്ചാൽ അതൊരു വലിയ വഞ്ചനയും ചതിയുമാവും. യുധിഷ്ഠിരനെ എന്നെ പറഞ്ഞയച്ച് യുധിഷ്ഠിരന് ഉറങ്ങാൻ പറ്റില്ല. കൃഷ്ണൻ അവിടെ പോയി ഊണ് കഴിച്ചോ എന്നവർ ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയുക? ഇത് ഞാനും ദുര്യോധനൻ തമ്മിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് വിചാരിക്കരുത്. ഒരു ഭാഗത്ത് ഞാൻ, ഒരു ഭാഗത്ത് ദുര്യോധനൻ, നമ്മൾ തമ്മിലുള്ള ഒരു സമ്പർക്കമാണ്. പക്ഷേ ഈ സമ്പർക്കം നമ്മുടെ വിശാലമായ സമാജത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അതിൽ പുലരേണ്ട മൂല്യങ്ങളെ എടുത്തു കാണിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഊണ് കഴിക്കാൻ പറ്റില്ല. സർവമേതന്ന ഭോക്തവ്യം അന്നം ദുഷ്ടാഭിസംഹിതം. ദുഷ്ടഭാവനയോടുകൂടി ചെയ്യുന്നതൊന്നും ഞാൻ സ്വീകരിക്കാൻ പറ്റില്ല. ക്ഷത്തുരേകസ്യ ഭോക്തവ്യം ഇതിമേ ധീയതേ മതിഹി. ക്ഷണിക്കാതെ എനിക്ക് പോയി ഊണ് കഴിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്, അതാണ് വിതുരൻ്റെ വിഗ്രഹം. ഞാൻ അവിടെ പോയി ഊണ് കഴിച്ചോളാമെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? തുറന്ന് പറയുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തുറന്ന് പറയാനുള്ള മനസ്ഥിതി ഉണ്ടോ? എനിക്ക് വയറിളക്കം വന്നു, നിങ്ങൾ ഡോക്ടറുടെ അടുക്കിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക ചെയ്യുക. നിങ്ങൾക്ക് ശരിക്ക് പറയാൻ പറ്റില്ല. പറയണമെങ്കിൽ അതിനൊരു നല്ല മനസ്സും ഒരു ഉറപ്പും വേണം. കൃഷ്ണൻ സ്ഥലം വിട്ടു. എന്നിട്ട് വിതുരൻ്റെ അവിടെ പോയി അവിടെയാണ് ഊണ് കഴിച്ചത്. ആ പോകുന്ന സമയത്ത് കൃഷ്ണനെ അനുഗമിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? ദ്രോണനും ഭീഷ്മനും കൃപരും അങ്ങനെ ചില ആൾക്കാരുമാണ് അനുഗമിച്ചു പോയത്. ദുര്യോധനൻ പോയില്ല. എന്നാ ഇത് പറഞ്ഞു കൃഷ്ണൻ, ശരിയാണ്, ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാ, എൻ്റെ മനസ്സിലുള്ള വൈരം വിടാം, ഞാൻ ഊണ് കഴിക്കാൻ ക്ഷണിച്ചത് തന്നെ തെറ്റ്, അങ്ങയോട് തിരസ്കരിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞത് അതിലും ഏറെ തെറ്റ്, എനിക്ക് ഉൾക്കണ്ണ് തുറന്നു കൃഷ്ണ. അതുകൊണ്ട് കൃഷ്ണൻ പറയണ മാതിരിയുള്ള സന്ധ്യയല്ല, സന്ധ്യയുടെ തന്നെ ആവശ്യമില്ല. ഞാൻ അവരുടെ അടുത്ത് നിന്ന് തട്ടിയെടുത്ത രാജ്യം ഇപ്പം തന്നെ കൊടുത്തു കളയാം, അവർ നല്ലപോലെ ജീവിക്കട്ടെ, അതിലാണ് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ് ദുര്യോധനൻ ഒരു മാറ്റം വന്നില്ല. അദ്ദേഹം അവിടുന്ന് പോയി. ദ്രോണനും ഭീഷ്മനും കൃപനും അവരെല്ലാവരുമാണല്ലോ അനുഗമിച്ചു പോയത്. ആ പോകുന്ന സമയത്ത് അവർ കുറച്ചൊന്ന് സൗഹൃദ സംഭാഷണം നടത്തിയ കാണും. അവർക്ക് കൃഷ്ണനോട് വലിയ താല്പര്യവും ബഹുമാനവും
ആരാധനയൊക്കെയാണല്ലോ. അപ്പോൾ അവരെല്ലാവരും പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വരണം, ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് ഒന്ന് വരണം, ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെ എല്ലാവരുടെയും ഗൃഹങ്ങളിലേക്ക് പോകാനുള്ള ഒരു സമയമല്ലാതെ, ഞാനിവിടെ ഏതാനും മണിക്കൂറുകളാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. ആ സമയത്ത് ഞാൻ എന്തിനു വന്നോ ആ കാര്യം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കണം നിറഞ്ഞ ഒരു സദസ്സിൽ. ആ സദസ്സിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും എന്നെനിക്കറിയാം. അത് പറഞ്ഞ് അതിൻ്റെ ഒരു തീരുമാനം ശോഭനമാണെങ്കിൽ ഒക്കെ നല്ലതാ. ഇനി ശോഭനമല്ലെങ്കിലോ? അപ്പം ഞാൻ ഈ സമയത്ത് എല്ലാവരുടെ അടുത്തും അവരവരുടെ ക്ഷണം കേട്ട് പോകാൻ പുറപ്പെട്ടാൽ അത് ശരിയാവില്ല, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എനിക്ക് വേണ്ടത്ര ആദരവ് തന്നു കഴിഞ്ഞു. നിങ്ങളുടെ വാക്കുകളാലും ദൃഷ്ടിയിനാലും സമീപത്താലും അനുഗമനത്താലും എനിക്ക് വേണ്ടത്ര ആചാരമോ സത്കാരമോ മാനമോ എല്ലാം ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവരവരുടെ ഗൃഹത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് വിതുരൻ്റെ ഗൃഹത്തിലേക്ക് ചെന്നു. അവിടെ ചെല്ലേണ്ട താമസം വിതുരൻ ആദ്യം കുടിക്കാൻ വെള്ളം കൊടുത്തു, പാനം കൊടുത്തു. അത് കഴിഞ്ഞാൽ അന്നം ആഹാരമെല്ലാം കൊടുത്ത് കൃഷ്ണനെ വേണ്ടതുപോലെ സത്കരിച്ച് ആരാധിച്ചു. ആരാധിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ ഒരു സംവാദമാണ്. ഈ വിതുരനും കൃഷ്ണനും തമ്മിൽ നടക്കുന്ന സംവാദം, ഈ ദൂതൻ്റെ മുന്നോടിയായിട്ടുള്ള സംവാദം വളരെ വളരെ നിർണായകമാണ്. വിതുരൻ്റെ താമസം എവിടെയാ? ഹസ്തിനപുരത്തിലാണ്. വിതുരനും ധൃതരാഷ്ട്രനും പാണ്ഡുവുമൊക്കെ ഒരുമിച്ച് ഒരേ സമയത്ത് ജനിച്ചവരാണല്ലോ. അതിൽ വിതുരൻ ഒരു ദാസീപുത്രനായതുകൊണ്ട് രാജാവിൻ്റെ സ്ഥാനമില്ല, ആ മാതിരി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം അന്യഥ ഒരു കുറവുമില്ലാത്ത വിശേഷപ്പെട്ട ഒരു തിളക്കമുള്ള ഒരു രത്നം തന്നെയാണെന്ന് പറയാം. അപ്പം ആ വിതുരൻ ഈ പക്ഷത്തിൽ ഇരുന്നിട്ടും എന്താണ് വിതുരൻ പറയണത് എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. രാജധാനിയിൽ ദുര്യോധനൻ പറയുന്നതാണ് അവസാനം പ്രമാണമാണെങ്കിലും അത് എല്ലാവരും അംഗീകരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദുര്യോധനൻ്റെ നിലപാടുണ്ടല്ലോ, ആ സ്റ്റാൻഡ്, അത് എല്ലാവർക്കും സമ്മതമാണെന്ന് വിചാരിക്കരുത്. ഭീഷ്മൻ 4 വാക്ക് പറഞ്ഞു, ഉറപ്പിച്ചു പറഞ്ഞു. അത് കേൾക്കാൻ തയ്യാറില്ല എന്ന് കണ്ടപ്പോൾ എഴുന്നേറ്റ് അവിടുന്ന് പോയി. അതുമാതിരി എല്ലാവരും പറയണത് ഈ ദുര്യോധനൻ കേൾക്കാത്തൊരു ദൂഷ്യമുള്ളൂ, പറയാതെ ഇരുന്നിട്ടില്ല, വായടച്ചിട്ടില്ല ആരുടെയും. എല്ലാവരും പറയുന്നുണ്ട്, ഓരോ സമയത്തും ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ആ വിതുരൻ സത്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ രാത്രി മുഴുവനും അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു എന്നാണ് പറയുന്നത്. ആര്? വ്യാസദേവൻ. തം ഭുക്തവന്തം ആശ്വസ്തം നിശായാം വിദുരോ അബ്രവീത് നേദം സമ്യക് വ്യവസിതം കേശവാഗമനം തവ. വിതുരൻ്റെ സത്കാരം, എന്ത് സത്കാരം? അത്താഴം. ആ അത്താഴമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൃഷ്ണൻ ആശ്വസിക്കുകയാണ്. സമയം എപ്പോഴാ? രാത്രി. എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, സംരംഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് തുടങ്ങുക. അന്ന് ഇതേമാതിരി ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങൾ ഓർമ്മ വയ്ക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രസ്ഥാനമോ പ്രവർത്തനമോ ഉണ്ടെങ്കിൽ അതൊക്കെ കാലത്ത് സൂര്യോദയത്തിന് ശേഷമാണ്. സൂര്യൻ ഉദിക്കുന്നതോടുകൂടി സന്ധ്യാവന്ദനാദി കൃത്യങ്ങളൊക്കെ കഴിച്ച് പ്രാതൽ കഴിച്ചിട്ടാണ് എന്തെങ്കിലും പ്രവൃത്തിക്ക് പുറപ്പെടുക. അപ്പം നല്ല ഒരു സമയം കിട്ടി ആർക്ക്? വിതുരന്. എന്തിന്? കൃഷ്ണനോട് സംസാരിക്കാൻ. ഇനി സംസാരിക്കാൻ തക്ക ഒരു അവസരമാണോ എന്ന് ചോദിച്ചാൽ നിർണായകമായ ഒരു അവസരമാണ്, ഒരു സന്ദർഭമാണ്. കൃഷ്ണൻ എങ്ങോട്ടാണ് പോകുന്നത്? ദുര്യോധനൻ്റെ പക്കൽ. അവിടെ എല്ലാവരും ഉണ്ട്, ധൃതരാഷ്ട്രനടക്കം. പോകുന്നതോ വലിയ ഒരു സന്ദേശവും കൊണ്ടാണ് പോകുന്നത്. രണ്ടുപേരും ഒരു ഭാഗത്ത്, രണ്ടുപേരും അല്ലെങ്കിൽ യുധിഷ്ഠിരന് വൈരമില്ല, പക്ഷേ ദുര്യോധനന് ബദ്ധവൈരമാണ്. ആ വൈരിയെ സഹായിക്കാൻ അനവധി ആൾക്കാരും അവിടെ ഉണ്ട്. പ്രബലനായിരിക്കുന്ന കർണൻ എപ്പോൾ നോക്കിയാലും ഈ പാണ്ഡവന്മാരെ, പ്രത്യേകിച്ചും അർജുനനെ ചുട്ടുപൊട്ടിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്. കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്ന മാതിരിയാണ് കർണൻ എല്ലാ സമയത്തും ദുര്യോധനോട് സംസാരിക്കാറുള്ളത്. വീരവാദം മുഴക്കാൻ ഈ കർണന് ഒരു ഭയവും ഇല്ല, ഒരു സങ്കോചവും ഇല്ല, ഒരു പക്ഷേ വീണ്ടുവിചാരം പോലും ഇല്ല. അങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായ കർണനുണ്ട് അവിടെ. പിന്നെ ഒരു അമ്മാവനുണ്ട്, ഒരു ശകുനി. നമ്മുടെ നാട്ടിൽ നമുക്ക് നാട്ടുഭാഷയായിക്കഴിഞ്ഞു, അവൻ ശകുനിയാന്ന്. നാരദനും ശകുനിയും നമുക്ക് കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ചും സന്തത സഹചാരികളാണ്. ഇവരെല്ലാവരുമുള്ള സ്ഥലത്തേക്കാണ് കൃഷ്ണൻ പോകുന്നത്. എന്നാൽ കൃഷ്ണനോടോ വിതുരന് വലിയ സ്നേഹബദ്ധതയാണ്. തൻ്റെ മറ്റാരേക്കാളും സ്നേഹമാണ് കൃഷ്ണനോട്. അപ്പോൾ വിതുരന് നല്ലൊരു അവസരം കിട്ടി.
പ്രഭാതമാകുന്നവരെ വേണ്ടി വന്നാൽ കൃഷ്ണ പരമാത്മാവിനോട് സംസാരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ തം ഭുക്തബന്ധം ആശ്വസ്തം നിശായാം വിദുരോ അബ്രവീത്. ഊണ് കഴിഞ്ഞു, വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി കോസരിയിൽ കടന്ന് കണ്ണടഞ്ഞ് അങ്ങനെ ഉറങ്ങിപ്പോണം. അതുവരെ ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞു. ഈ ഉറക്കം കുറച്ച് വൈകിയാലും സ്നേഹമുള്ളവർക്ക് തമ്മിൽ തമ്മിൽ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉറക്കവും ക്ഷീണവും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു അവസരം കിട്ടി. ആ സമയത്ത് വിതുരൻ തൻ്റെ മനസ്സ് തുറന്ന് കൃഷ്ണനോട് സംസാരിക്കുകയാണ്. കൃഷ്ണൻ വന്നിട്ടുള്ളത് ഉദ്ദേശം നല്ലതാണെങ്കിലും എവിടെ വന്നിട്ടുണ്ടോ ആ സ്ഥലം നല്ലതല്ല. നല്ലവരോട് നല്ല കാര്യം നല്ല പോലെ സംസാരിക്കുകയാണെങ്കിൽ അത് വളരെ വിശേഷപ്പെട്ടതാണ്. ഒരു നല്ല മനുഷ്യൻ നല്ല കാര്യത്തിന് വേണ്ടി പൊല്ലാത്തവരോട് സംസാരിക്കുമ്പോഴോ പ്രകൃതമൊക്കെ മാറി അട്ടിമറി, താളം തെറ്റും. നേതം സമ്യക് വ്യവസിതം കേശവാഗമനം തവ. അവർ തമ്മിലൊരു സംവാദം നടക്കുന്നുണ്ട്. തീരെ ചെറുതല്ല, ഇത്തിരി വിപുലമായിട്ടുള്ള സംവാദമാണ്. അതിൽ ചുരുങ്ങിയ ചില ശ്ലോകങ്ങൾ എടുത്താണ് ഞാൻ വിവരിക്കാൻ പോകുന്നത്. നേതം സമ്യക് വ്യവസിതം കേശവാഗമനം തവ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കൃഷ്ണനെയാണ് വിവരിക്കുന്നത്. ഈ കൃഷ്ണനാണ് ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തത്. ആർക്ക്? അർജുനന്. എന്തിനു വേണ്ടി? മഹാഭാരത യുദ്ധം നടക്കാൻ. ആ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഘട്ടമാണിത്. അപ്പോൾ ഇത് ഭഗവത്ഗീതയോടുകൂടി വളരെയധികം ബന്ധപ്പെട്ട കനത്ത ബന്ധമുള്ളതാണ് ഈ രംഗം. ഈ ഭഗവത്ഗീത എന്തിനു വേണ്ടി വന്നു? മഹാഭാരത യുദ്ധത്തിന് വേണ്ടി. ആ യുദ്ധം തന്നെ ഉണ്ടായത് എപ്പോഴാണ്? ഈ കൃഷ്ണൻ്റെ വരവ് വേണ്ടതുപോലെ ഫലപ്രദമാകാത്തത് കൊണ്ടാണ് ആ യുദ്ധം എന്ന് പറയുന്ന പരിണത ഫലം അനിവാര്യമായി തീർന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ട ഒന്ന്. രണ്ടാമത്, സാധാരണ നമ്മളെല്ലാവരും കൃഷ്ണനെ ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞാണല്ലോ കാണുക. അദ്ദേഹം ഭഗവാൻ തന്നെയാണ്. പക്ഷേ എങ്ങനത്തെ ഭഗവാൻ? ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് മാതിരി ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസശ്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗൈതീരണ. ഈ 6 കൂട്ടം വിഭവങ്ങളോ യോഗ്യതകളോ സമ്പന്നതകളോ ഉള്ള ആളെയാണ് ഭഗവാൻ എന്ന് പറയുക. അങ്ങനെ ഭഗവാന്മാർ ഒന്നല്ല, നമുക്ക് ധാരാളം പേരുണ്ട്. ആരാ ഈ ഭഗവാനാകുന്നത്? മനുഷ്യൻ, നരൻ. ഭഗം എന്ന് പറയുന്ന ഗുണവിശേഷങ്ങളോ മേന്മകളോ മഹിമകളോ ഉണ്ടായാൽ ഏത് മനുഷ്യനും ഏത് നരനും ഭഗവാനായി. അങ്ങനെയുള്ള ഒരു ഭഗവാനാണ് കൃഷ്ണൻ. അതിൽ അദ്ദേഹം പലതും അദ്ദേഹത്തിൻ്റെ ധൈര്യം കൊണ്ട്, പരാക്രമം കൊണ്ട്, വിവേകം കൊണ്ട്, തപസ്സുകൊണ്ട്, സൗഹാർദ്ദം കൊണ്ട്, അനുഭാവം കൊണ്ട് നേടിയെടുത്തതാണ് എന്ന് ഓരോ ഘട്ടത്തിലും ഭൂമാനന്ദ സ്വാമി നിങ്ങളോട് പറയുണ്ടായി. അപ്പോൾ ഭാരതം അവതരിപ്പിക്കുന്നതായ മനുഷ്യകൃഷ്ണനെയാണ് ഞാൻ വിവരിക്കുന്നത്. അപ്പോൾ വിതുരൻ്റെ അടുത്ത് പോയി അത്താഴം കഴിച്ചു. കഴിക്കുന്നതിന് മുൻപ് ദുര്യോധനൻ്റെ സത്കാരം മുഴുവനും തിരസ്കരിച്ചു. എന്തേ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞു. ആ മറുപടിയിൽ ലോകത്തിന് മുഴുവനും എക്കാലത്തും അനുസരിക്കാനുള്ള മാനദണ്ഡങ്ങളും മൂല്യമഹിമകളും അതിലുണ്ട്. ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഈ സംസാരം റെക്കോർഡ് ചെയ്യാൻ വന്നിട്ടുള്ള ഫോട്ടോഗ്രാഫിയൊക്കെ ഉണ്ടല്ലോ, അതിനുള്ള ഡയറക്ടർമാരിൽ ഒരാൾ പറയുമായിരുന്നു എൻ്റെ അടുത്ത്, സ്വാമിജി ഇപ്പം ആര് ഊണ് കഴിക്കാൻ വിളിച്ചാലാ പോണം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഊണ് കഴിക്കാൻ എല്ലാവരും വിളിച്ചാൽ എല്ലായിടത്തേക്കും പട്ടിയുമായിരിയോ നായമായിരിയോ പോയിക്കൊള്ളണമെന്നില്ല. നമുക്ക് ഒരു നിലയുണ്ടാവും, ഒരു വിലയുണ്ടാവും. നമ്മളെ ആര് വിളിക്കുന്നുവോ അവർക്കും ഉണ്ടാവും ഒരു വില, നില. അത് വിട്ട് പ്രയോജനം, ഉദ്ദേശം. അപ്പം ആൾ എന്തിനു വിളിക്കണു എന്ന് അറിഞ്ഞുകൊണ്ട് വേണം അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ. വിവേകം പണയം വെച്ച് മനുഷ്യനിൽ ഒരാൾക്കും ഒരു സ്ഥലത്തും ഒരു സമയത്തും ജീവിക്കാൻ പറ്റില്ല. വിവേകം മുമ്പിൽ നിൽക്കണം. ആരെയാണ് ഈ ആര്യൻ, ആര്യപുത്രൻ എന്നൊക്കെ പറയുന്നത്? ആരെയാ? വിശേഷബുദ്ധിയുള്ളവനെ, ആലോചിച്ച് പ്രവർത്തിക്കുന്നവനെ. പ്രവൃത്തി മുമ്പും ആലോചന പിൻപും ആവരുത്. ആലോചന മുൻപും പ്രവൃത്തി പിന്നിലുമാകണം. അപ്പോൾ വിതുരന് വലിയൊരു അവസരം കിട്ടി. എത്ര അടുപ്പത്തോടു കൂടിയാണ് കൃഷ്ണനോട് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു ഭഗവാനായിരുന്നു. നിലത്തിന് മീതെയാ നടക്കണത്. ഈ ദേവന്മാരൊക്കെ നിലത്ത് നടക്കില്ല, അത്ര 6 ഇഞ്ച് മുകളിലേ നടക്കുള്ളൂ. അപ്പോൾ ആരെങ്കിലും നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ അവർ ദേവനാണോ മനുഷ്യനാണോ എന്നറിയാനുള്ളൊരു വഴി നിലം തൊട്ട് നടക്കുന്നുവോ അതോ പൊന്തി നടക്കുന്നുവോ എന്നുള്ളതാണ്. കൃഷ്ണൻ നിലത്ത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇവർ തയ്യാറാക്കിയ കിടക്കയിലാണ് കിടന്നത്. അവർ കൊടുത്ത ഭക്ഷണമാണ് കഴിച്ചത്. മേശയിലിരുന്ന്, കസേരയിലിരുന്ന് മേശയിലിരുന്ന് കഴിച്ചിട്ടുണ്ടാവും.
ഈ കസേരയും മേശയും കൃഷ്ണനും ഒക്കെ നിലത്ത് തന്നെ ആയിരുന്നു, ഭൂതലത്തിൽ തന്നെ ആയിരുന്നു. അപ്പം ആ മനുഷ്യനായിട്ടുള്ള കൃഷ്ണനോട് സംസാരിക്കുകയാണ്. ആദ്യം ഉറപ്പിച്ച് പറയാ, നേദം സമ്യക് വ്യവസിതം കേശവാഗമനം തവ. അങ്ങ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, ഇപ്പം എൻ്റെ ഗൃഹത്തിലേക്ക് വന്നത് അത് അങ്ങനെ ഒരു സംഗതിവശാൽ വന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങ് വന്നിട്ടുള്ളത് എങ്ങടാ? ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ രാജധാനിയിലേക്കാണ് വന്നിരിക്കുന്നത്. ആ വന്ന വരവ് ഉപായപ്പെട്ടൊരു കാര്യത്തിനല്ല, വളരെ വിശേഷപ്പെട്ട ഒരു കാര്യത്തിനാണ്. ഇനി നടക്കാൻ പോകുന്ന സംഭവം അതിഭയങ്കരമാണ്, ഘോരമാണ്. അതിൽ ഒരു ഭാഗത്ത് നിഷ്ഠുരതയാണ് കടന്ന് കളിക്കുന്നത്, മറുഭാഗത്തോ അനുഭാവവും സഹിഷ്ണുതയുമാണ് പ്രകാശിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു സംഘട്ടനമാണ് നടക്കാൻ പോകുന്നത്. അത് ഒഴിവാക്കിയാൽ കൊള്ളാം എന്ന് പറഞ്ഞ സതുദ്ദേശത്തോട് കൂടിയിട്ടാണല്ലോ അങ്ങ് വന്നിരിക്കുന്നത്. പക്ഷെ വിദുരന് പറയാനുള്ളത്, എൻ്റെ കൃഷ്ണ, ഇതാണ്, നേദം സമ്യക് വ്യവസിതം കേശവാഗമനം തവ. ഇത് ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങയുടെ അടുത്ത് യുധിഷ്ഠിരൻ എപ്പോഴും ധർമ്മബുദ്ധിയാണ്. അങ്ങേയറ്റം സഹിക്കുക, സ്നേഹിക്കുക, ഔദാര്യത്തോടു കൂടി പെരുമാറുക. ഇതാണ് യുധിഷ്ഠിരൻ്റെ മനസ്സിലുള്ള മന്ത്രങ്ങളും മാനദണ്ഡങ്ങളും മൂല്യവും ആദർശവുമെല്ലാം. അങ്ങനെയുള്ള യുധിഷ്ഠിരൻ നിർബന്ധിച്ചിട്ടാണ് അങ്ങ് വന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതൊക്കെ ആയാലും നമ്മൾ ഈ വന്ന സ്ഥലവും സംസാരിക്കാൻ പോകുന്ന കൂട്ടരുമുണ്ടല്ലോ, എനിക്ക് വളരെയധികം ഉത്കണ്ഠ മനസ്സിൽ ജനിപ്പിക്കുന്നു. നേദം സമ്യക് വ്യവസിതം, ഇത് വേണ്ടതുപോലെ ആലോചിച്ച് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങയുടെ ഈ ആഗമനം നോക്കൂ, ആരോടാ എങ്ങനെ സംസാരിക്കുക? ഒരമ്മാമൻ മരുമകനോട് പറയും, അച്ഛനമ്മമാർ കുട്ടികളോട് പറയും, ചെറിയച്ഛൻ വലിയച്ഛന്മാർ സഹോദരൻ്റെ പുത്രന്മാരോടോ കുട്ടികളോടോ ഒക്കെ പറയും. അങ്ങനെ കുടുംബക്കാർ തമ്മിൽ സംസാരിക്കുക, സ്നേഹിതന്മാർ തമ്മിൽ സംസാരിക്കുക, അങ്ങനത്തെ സംസാരമാണ് ഇവിടെ നടക്കുന്നത്. അതേ ഭാണിയിൽ നടക്കണു, അതേ സ്റ്റൈലിൽ നടക്കണു, അതേ അടുപ്പത്തോടും വിശ്വാസത്തോടും പാരസ്പര്യത്തോടും കൂടിയാണ് ഈ സംവാദം. അപ്പം കൃഷ്ണനെ നിങ്ങൾ വിലയിരുത്തുമ്പോഴോ മനസ്സിലാക്കുമ്പോഴോ ഇങ്ങനെ ഒരു കൃഷ്ണനെയാണ് നമ്മൾ വിഭാവനം ചെയ്യേണ്ടത്. മഹാഭാരതം നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു കൃഷ്ണനെയാണ്. ആ കൃഷ്ണൻ ഉള്ളയിടത്ത് വിജയമുണ്ടാവും. ധർമ്മം എങ്ങനെ നമ്മളെ രക്ഷിക്കുന്നുവോ അതുപോലെ കൃഷ്ണ സാന്നിധ്യം, കൃഷ്ണസ്മരണ, അനുയായിത്വം ഇതെല്ലാം നമ്മളെ സഹായിക്കും ജയത്തിലേക്ക് എന്നാണ് മഹാഭാരതത്തിൻ്റെ ഒരേ ഒരു മുറവിളി, ഒരേ ഒരു സന്ദേശം, ഒരേ ഒരു ആഹ്വാനം. തം ഭുക്തവന്തം ആശ്വസ്തം നിശായാം വിദുരോ ബ്രവീത് നേദം സമ്യക് വ്യവസിതം കേശവാഗമനം തവ എത്ര സൂക്തം ദുരുക്തം ച സമം സ്യാൻ മധുസൂദന ന തത്ര പ്രലഭേത് പ്രാജ്ഞോ ബധിരേഷ്വിവ ഗായനഃ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, എന്ത്? മഹാഭാരതം ഒരു ശാസ്ത്രമാണ്, രാമായണവും ശാസ്ത്രമാണ്, നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ ശാസ്ത്രമാണ്. അത് ശാസ്ത്രമാകണമെങ്കിൽ എപ്പോൾ എന്ത് പറഞ്ഞാലും ആ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള കാര്യകാരണ വിചിന്തനം അവിടെ ഉണ്ടാവണം. പോകൂ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ പറയുന്നു, പോകാതെ ഇരുന്നാലത്തെ ഭവിഷ്യത്തെന്ത്, പോയാലുള്ള നേട്ടമെന്ത്, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാലേ പോകൂ എന്നുള്ള വാക്കിന് അർത്ഥമാവുള്ളൂ, പ്രസക്തിയും ഉണ്ടാവുള്ളൂ. അപ്പോൾ വിദുരൻ പറയുകയാണ്, അങ്ങ് ആലോചിച്ച് വന്നിട്ടുണ്ടല്ലോ, ഇത് സുചിന്തിതമല്ല എന്നെനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ എന്താ അതിന് കാരണം? അപ്പോൾ വിദുരൻ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി പറയുകയാണ്. ആരോടാ പറയുന്നത്? കൃഷ്ണനോട്. നമ്മുടെ ഭഗവത്ഗീത എങ്ങനെയാ? കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ ഉപദേശമാണ്. അതിൽ അർജുനൻ കാര്യമായി കൃഷ്ണനെ ഉപദേശിച്ചിട്ടില്ല. ഇവിടെയോ ഇപ്പോൾ വിദുരൻ ഉപദേശിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങയുടെ വരവ് ഞാൻ അപഗ്രഥിച്ചു നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ശരിയല്ല എന്നാണ് തോന്നുന്നത്. അതിനുള്ള കാരണം നിങ്ങളുടെയൊക്കെ കൃഷ്ണ പരമാത്മാവിനോട്, വിദുരൻ്റെ മുൻപിലുള്ള കൃഷ്ണനോട് സംസാരിക്കുകയാണ്. എന്താ? എത്ര സൂക്തം ദുരുക്തം ച സമം സ്യാൻ മധുസൂദന ന തത്ര പ്രലഭേത് പ്രാജ്ഞോ ബധിരേഷ്വിവ ഗായനഃ. അങ്ങ് പോകുന്നത് എങ്ങടാന്നറിയോ? എത്ര, എവിടെയാണോ, സൂക്തം ദുരുക്തം ച, നല്ല വാക്കും അങ്ങനെ അല്ലാത്ത വാക്കും. നല്ലത് വരണം, നന്മ വരണം എന്ന് വിചാരിച്ച് സംസാരിക്കുന്ന സുവാക്യങ്ങളുണ്ടല്ലോ,
അതുമാതിരി ദുർയുക്തികളുണ്ടല്ലോ, ദുർവാണികൾ. ഇത് രണ്ടും എവിടെയാണോ എത്ര സൂക്തം ദുരുക്തം ച സമം സ്യാൻ, ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും അവർ കൽപ്പിച്ചു കൊടുക്കാത്തവരാ. നല്ലത് പറയുന്നത് ആര്? നല്ലത് എപ്പോൾ പറയണു, എങ്ങനെ പറയണു, എന്തിനു വേണ്ടി പറയണു, അത് ആര് പറയണു, അത് കേട്ടാൽ നമുക്ക് എല്ലാവർക്കും നന്മയാണ്, ഭൂലോകം തന്നെ മംഗളലാളിതമാകും എന്ന് വിചാരിച്ച് പറയുന്ന വാക്കും അതല്ലാതെ പറയുന്ന വാക്കും ഒരുപോലെയാണെന്ന്. കർണൻ ഓരോന്ന് പറഞ്ഞപ്പോൾ ദുശാസനും ദുര്യോധനും ആഹ്ലാദത്തോടു കൂടിയാണത് സ്വീകരിച്ചത്. പക്ഷേ കർണൻ പറഞ്ഞത് ശരിയായിരുന്നോ? ഇല്ല. അത് ഇല്ല എന്ന് പറയാനോ ഗണിക്കാനോ അവിടെ ആൾക്കാരില്ല. അപ്പം നല്ലത് പറയുന്നത് കേൾക്കാൻ ഒരാളില്ല അവിടെ. പൊല്ലാത്തത് പറയുന്നതോ അതിന് വലിയ ഒരു പ്രതിധ്വനിയാണ്. അപ്പം നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റാതെ രണ്ടിനെയും ഒരുപോലെ കണക്കാക്കുന്ന ഒരു പ്രദുഷ്ടമായ ഒരു അസംബ്ലി, ഒരു യോഗത്തിലേക്കാണ് കൃഷ്ണ അങ്ങ് പോകുന്നത്. എത്ര സൂക്തം ദുരുക്തം ച സമം സ്യാൻ മധുസൂദന ന തത്ര പ്രലപേത് പ്രാജ്ഞോ. അങ്ങനെ ഒരു സദസ്സിൽ പോയി ഒരു പ്രാജ്ഞൻ, കാര്യങ്ങൾ നല്ല പോലെ അറിയുന്നവൻ, നല്ല ഒരു മേധാവി, എപ്പോൾ നോക്കിയാലും ധർമ്മമേ പറയൂ, സത്യമേ പറയൂ, പൊതുജനങ്ങളുടെ നന്മ ഉറപ്പുവരുത്തുന്നതാണ് ഉദ്ദേശം. സാധാരണക്കാർക്ക് കണ്ടെത്താൻ പറ്റാത്തതായ നിഗൂഢമായിരിക്കുന്ന തത്വമൂല്യങ്ങൾ കണ്ടെത്തി അത് വെളിപ്പെടുത്തി കൊടുക്കണം എന്ന് വിചാരിച്ച് പുറപ്പെടുന്നവനാണ് പ്രാജ്ഞൻ, പ്രകർഷേണ ജ്ഞാനമുള്ളവൻ. സാധാരണ ജ്ഞാനം എന്താ? ഈ ലോകത്തിൽ കാണുന്നതിനെയും കേൾക്കുന്നതിനെയും കുറിച്ചുള്ള ജ്ഞാനമാണ്, ദൃശ്യവസ്തുക്കളെക്കുറിച്ചാണ്. പക്ഷേ ഈ ജ്ഞാനം പുറപ്പെടുന്നതും അവസാനിക്കുന്നതും ഒക്കെ നമ്മുടെ ഹൃദയത്തിലാണ്, ഉൾഭാഗത്താണ്. അപ്പം ജ്ഞാനത്തിൻ്റെ ഉറവിടം ബാഹ്യമാണെന്ന് ഒരൊറ്റ ആളും തെറ്റിദ്ധരിക്കരുത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ പ്രേക്ഷകരെ? എന്താ അറിവും? ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സൂര്യനെ നമ്മൾ കാണുമ്പോൾ ഈ കാഴ്ച എന്ന് പറയുന്നത് സൂര്യനെ ദർശനം, അത് സൂര്യനെ ആശ്രയിച്ചിരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതേ വെളിച്ചത്തിൽ ഒരാൾ കിടന്നുറങ്ങുമ്പോൾ അയാൾക്ക് സൂര്യോദയം നടന്നിട്ടില്ല. സൂര്യനെ നോക്കാൻ നമ്മുടെ കണ്ണ് തുറന്ന് ആ ദിശയ്ക്ക് പ്രയോഗിക്കുമ്പോഴാണ് സൂര്യദർശനം ഉണ്ടാവുന്നത്. അവിടെ ദ്രഷ്ടാവ് എന്നൊരാളുണ്ട്, കാണുന്നവൻ. ആ കാണുന്നവൻ കണ്ണ് തുറക്കുമ്പോഴേ കാഴ്ച ഉണ്ടാവുന്നുള്ളൂ, ദർശനം കാണപ്പെടലുണ്ടാവുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്ന്. ആ ഉള്ളിൽ ചുഴിഞ്ഞിറങ്ങാൻ, ചികഞ്ഞു ചെല്ലാൻ, കൂലങ്കഷമായി പരിശോധിക്കാൻ, എന്നിട്ട് മനുഷ്യ വ്യക്തിത്വത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന വിസ്താരം മുഴുവനും, വിശാലത മുഴുവനും, ഔന്നത്യം മുഴുവനും, ഉത്തുംഗത മുഴുവനും, ശ്രേഷ്ഠത മുഴുവനും മനസ്സിലാക്കുന്നവനാണ് പ്രാജ്ഞൻ. അപ്പം ആ ആൾ സംസാരിക്കുന്ന സംസാരത്തിന് കാര്യമായിട്ടുള്ള വിശേഷവും വ്യത്യാസവും ഉണ്ടാവും. അതിൽ ഒരാൾക്കും പക്ഷം പിടിച്ച് സംസാരിക്കില്ല, താത്കാലികമായി സംസാരിക്കില്ല, എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടി സംസാരിക്കില്ല. സത്യം, ധർമ്മം, എല്ലാവരുടെയും നന്മ, ഭദ്രത, ഇതായിരിക്കും അവരുടെ ഉദ്ദേശം. അങ്ങനെ പ്രാജ്ഞനായിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരു പ്രാജ്ഞനാണ്. ന തത്ര പ്രലപേത്. ആ വാക്ക് വളരെ വിശേഷപ്പെട്ടതാ. അവിടെ പ്രലപിക്കരുത് എന്ന്, ജൽപ്പനം എന്നൊക്കെ പറയുമല്ലോ. കുറേ അങ്ങോട്ട് സംസാരിച്ചു എന്നങ്ങനെ വരരുത്. അവരുടെ മുൻപിൽ പോയി സംസാരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ പ്രലപനമാണെന്നേ അവർക്ക് തോന്നുള്ളൂ. വിശേഷപ്പെട്ട ഒരു വ്യക്തി വന്നിട്ടുണ്ട്, ഒരു മഹാത്മാവാണ്, ദീർഘദൃഷ്ടിയുള്ള ആളാണ്, ക്രാന്തദർശിയാണ്, അഖില ചരാചരങ്ങളുടെയും നന്മ ഇച്ഛിക്കുന്നവനാണ് കൃഷ്ണൻ. അപ്പം ആ കൃഷ്ണൻ പറയുന്ന വാക്കുകളെല്ലാം നമ്മൾ കാതുകൂർപ്പിച്ച് കേൾക്കണം. കേട്ടതിന് ശേഷം ഒന്നും വിടാതെ മനസ്സിലാക്കണം. എന്നിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളെ ഗ്രഹിച്ച് അതിനനുസരിച്ച് നമ്മുടെ ചിന്താഗതികളെ മാറ്റി എല്ലാം ഭദ്രമാക്കി തീർക്കണം എന്ന് വിചാരിക്കുന്നവരല്ല. അങ്ങനെയുള്ളവരുടെ അടുത്ത് അങ്ങ് പോയി സംസാരിച്ചാൽ അത് വെറും വ്യായാമമേ ആവുള്ളൂ, വൃഥാ വ്യായാമം. ന തത്ര പ്രലപേത് പ്രാജ്ഞോ ബധിരേഷ്വിവഗായന. അസലായിട്ട് പാടാനറിയാം, നല്ല നല്ല രാഗങ്ങളൊക്കെയുണ്ട്, സ്വരങ്ങളൊക്കെയുണ്ട്, എല്ലാം അറിയാം. അത് ചെന്ന് പാടുന്ന സമയത്ത് ചെകിടന്മാരുടെ ഒരു അസംബ്ലി, ഒരു യോഗമാണ്, ഒരു സദസ്സാണെന്നുണ്ടെങ്കിൽ ഈ പാട്ടിന് വല്ല ഫലവും ഉണ്ടാവുമോ കൃഷ്ണ? അതുപോലെ ആയിരിക്കും അങ്ങ് പോയി അങ്ങയുടെ മുത്തുപോലെയുള്ള മൊഴികൾ അവതരിപ്പിക്കുന്നത് എന്ന് ആര് പറയണു? വിതുരൻ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? കൃഷ്ണനെ മുൻപിലിരുത്തി വിതുരൻ അത്താഴം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുന്ന വിഷയമാണിത്. അതാണ് ഞാൻ പറയുന്നത്, മഹാഭാരതം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് മനുഷ്യകൃഷ്ണനെയാണ്. മനുഷ്യ പ്രവൃത്തിയാണ് അദ്ദേഹം എപ്പോഴും ചെയ്തിരിക്കുന്നത്.
ചെറുപ്പകാലത്ത് തന്നെ തൻ്റെ അമ്മാമനെ കൊല്ലേണ്ടി വന്നു, കൊന്നു. ഒരു വിഷമവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മാമനെ കൊല്ലേണ്ടി വന്നുല്ലോ എന്ന് എപ്പോഴെങ്കിലും പറയുന്നുണ്ടോ? അദ്ദേഹം കരയുന്നുണ്ടോ? ഇല്ലല്ലോ. ലോകത്തിൻ്റെ നന്മയാണ് മുൻപിൽ, ജനങ്ങളുടെ ഭദ്രതയാണ് മുൻപിൽ. അവിടെ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും കുട്ടികളും സഹോദരന്മാരും ഒക്കെ മാറി നിൽക്കും. ജനങ്ങളുടെ നന്മ, ലോകത്തിൻ്റെ ഭദ്രത, ഈശ്വരൻ്റെ ഹിതം, ധർമ്മത്തിൻ്റെ പ്രയാണം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും തൂക്കത്തോടുകൂടി ആക്കത്തോടുകൂടി പരിലസിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രാജ്ഞൻ പാട്ടുകാർ ചെകിടന്മാരുടെ മുൻപിൽ പാടുന്ന പോലെ ആയിരിക്കും അങ്ങ് പറയാൻ പോകുന്നത്. ഒരു പക്ഷേ സത്യത്തിൽ അങ്ങനെ ആകും ചെയ്യുന്നുണ്ടാവും. എത്ര സൂക്തം ദുരുക്തം ച സമം സ്യാൻ മധുസൂദന ന തത്ര പ്രലപേത് പ്രാജ്ഞോ ബധിരേഷ്വിവ ഗായനഃ തേഷാം സമുപവിഷ്ടാനാം സർവേഷാം പാപചേതസാം. നിങ്ങൾ കേൾക്കണം കേട്ടോ. ഈ മഹാഭാരത യുദ്ധം എന്തിനുണ്ടായി? എന്തൊക്കെ പറഞ്ഞാലും സഹോദരന്മാരല്ലേ. അവർ രണ്ടുപേരും മടിച്ചിരുന്നപ്പോൾ എന്തിനായി കൃഷ്ണൻ ഏമിച്ച് ശാസിച്ച് പ്രലോഭിപ്പിച്ച് നിർബന്ധിച്ച് സ്വാധീനിച്ച് യുദ്ധം ചെയ്യിച്ചത് എന്ന് ചോദിക്കുന്നവരും ഉണ്ട് ഭാരതത്തിൽ ചിലർ. ദുഷ്ടന്മാരെ എവിടെയും ആവാം. തൻ്റെ കുടുംബത്തിലായി പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ കുടുംബത്തിലാ, അതുകൊണ്ട് അവൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിരുന്നാലോ? അങ്ങനെയാണല്ലോ നമ്മുടെ സർക്കാർ മുഴുവൻ അപകടത്തിൽ ചാടുന്നത്. ഒരു മന്ത്രിയുടെ ആരോ എനിക്ക് അവിടെ റെയിൽവേ ബോർഡിൽ ഒരു സ്ഥാനം വേണമെന്ന് പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കഴിഞ്ഞില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ? ആരെങ്കിലും ഒരാൾ പറയാനുണ്ടാവും, അത് ചെയ്തു തരൂ ചേട്ടാ, ഇത് ചെയ്തു തരൂ അമ്മാമ എന്നൊക്കെ. അതിൻ്റെയൊക്കെ പിന്നാലെ പോവാൻ സാധിച്ചാൽ ഭരണക്കസേരയിൽ ഇരിക്കാൻ പറ്റില്ല. ഭരണം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭരണമാണ്. അവിടെ ഭാര്യയ്ക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ, മക്കൾക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ. അതൊക്കെ മനസ്സിലാക്കും വേണം ഈ കുടുംബാംഗങ്ങൾ. ഒരു കുടുംബത്തിൽ ഒരാൾ മന്ത്രിയായി എന്ന് പറഞ്ഞാൽ കുടുംബക്കാരെല്ലാവരും കൂടി അങ്ങ് ഇരിക്കുമ്പോഴല്ലേ കിട്ടുള്ളൂ ഒരു കിണർ കുഴിക്കുക എന്നൊന്നും പറഞ്ഞ് പുറപ്പെടരുത്. പുറപ്പെടാതെ ഇരിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. എങ്ങാനും ചെയ്താലോ വരാൻ പോകുന്ന ആപത്തുകളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ പ്രസംഗത്തിലും ഓരോ പ്രതിപാദനത്തിലും നമുക്ക് നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഓരോരോ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും നിഷ്കർഷകളും എല്ലാം നമുക്കിവിടെ കാണാം. തേഷാം സമുപവിഷ്ടാനാം സർവേഷാം പാപചേതസാം തവ മധ്യാവതരണം മമ കൃഷ്ണ ന രോചതേ. അങ്ങയുടെ നിലയെന്താ? അങ്ങയുടെ വിലയെന്താ? അങ്ങയുടെ മഹാത്മ്യം എന്താ? അങ്ങ് ആർക്ക് വേണ്ടി വന്നിരിക്കുന്നു? എന്തിനു വേണ്ടി വന്നിരിക്കുന്നു? ഇത് മുഴുവനും എന്നെപ്പോലെയുള്ളവർ, ഞങ്ങളെപ്പോലെയുള്ളവർ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സദസ്സല്ല കൃഷ്ണാത്. ഞാൻ ഇവിടെയല്ലേ ജീവിക്കുന്നത്. അങ്ങാണെങ്കിലും പിറന്നത് എവിടെയോ ജീവിക്കുന്നത് എവിടെയോ. പാണ്ഡവന്മാർ കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഈ കുടുംബത്തിൽ നടക്കുന്ന സർവ്വ കാര്യങ്ങളും എനിക്കറിയാം. ഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ അറിയാം, തുറന്നു നീക്കുന്നതറിയാം. എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ അഭിപ്രായവും പറയാറുണ്ട്. ഒരു തവണയല്ല, 100 തവണ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരൊറ്റ എണ്ണം എനിക്ക് വേണ്ടപ്പെട്ടവർ ഉൾക്കൊണ്ടിട്ടില്ല. അങ്ങനെ ഒരു സദസ്സിലേക്ക് പോകുമ്പോൾ അവരെങ്ങനത്തവരാണെന്ന് ഈ വിദുരന് നല്ല പോലെ പറയാനറിയാം. ഒരു പക്ഷേ കൃഷ്ണ അങ്ങക്ക് എന്നോളം അറിയില്ല, അതാ ഞാൻ പറയുന്നത്. തേഷാം സമുപവിഷ്ടാനാം സർവേഷാം പാപചേതസാം. അവിടെ ആരാ ഇരിക്കുന്നത്? എല്ലാവരും വന്നു കൂടിയിരിക്കുക. എത്ര രാജാക്കന്മാരുണ്ട്, വയോവൃദ്ധന്മാരുണ്ട്, ജ്ഞാനവൃദ്ധന്മാരുണ്ട്, സാമന്തന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്, ചക്രവർത്തിമാരുണ്ട്. അവരൊക്കെ എങ്ങനെയാ? സർവേഷാം പാപചേതസാം. അവർ വന്നത് എങ്ങടാ? ദുര്യോധന ഗൃഹത്തിലേക്ക് രാജധാനിക്കാ വന്നിരിക്കുന്നത്. ദുര്യോധനൻ്റെ ക്ഷണത്തിൽ വന്നവരൊക്കെ ദുര്യോധന സമന്മാരാവുമല്ലോ. ആരെങ്കിലും ഒരാൾ ക്ഷണിച്ച് ആ ക്ഷണിച്ചയിടത്തേക്ക് ചെല്ലുന്നവരൊക്കെ എങ്ങനെയാവും? കൃഷ്ണൻ എന്തു പറഞ്ഞു? ഞാൻ ഊണ് കഴിക്കില്ല, ഞാൻ ദൂതനായിട്ടാണ് വന്നിരിക്കുന്നത്. ദൂതകൃത്യം മുമ്പ് അവതരിപ്പിക്കട്ടെ, ആ കൃത്യം സാധിച്ചു തരൂ, അത് നിർവഹിക്കൂ. അപ്പം ഞാൻ ഭംഗിയായിട്ട് ഊണ് കഴിച്ച് സമ്മാനവും മേടിച്ചുകൊണ്ട് ഞാൻ പാണ്ഡവന്മാർക്ക് കൊണ്ടു കൊടുക്കാം. എൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിന് മുൻപ് ഞാൻ ഊണ് കഴിച്ചാൽ എനിക്ക് ദൂതനായിട്ട് പിന്നെ വർത്തമാനം പറയാൻ തന്നെ പറ്റില്ല. അങ്ങയുടെ പാപഭക്ഷണം എൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ എൻ്റെ നാവ് വേണ്ടതുപോലെ പേരുമോ സംസാരിക്കാൻ? പേരില്ല. അപ്പം അവിടെയും പറഞ്ഞു ഒരു മര്യാദ, ഒരു മാനം. ഇവിടെ വിതുരൻ പറയാണ് തേഷാം സമുപവിഷ്ടാനാം സർവേഷാം പാപചേതസാം. അവിടെ വന്നിട്ട് ഇരിക്കുന്നവർ മുഴുവൻ പാപബുദ്ധികളാണ്. അവിടെ പുണ്യവാന്മാർക്ക് സ്ഥാനമില്ല, അവരുടെ വാക്കിന് വിലയില്ല. ദുര്യോധനെ അടക്കേണ്ടയിടത്ത് അടക്കാനോ നിർത്തേണ്ടയിടത്ത് നിർത്താനോ ദുര്യോധന
ഈ പറയുന്നത് ശരിയല്ല, ഇത് തെറ്റാണ്, അതുകൊണ്ട് നീ ഇത് ചെയ്യാൻ പുറപ്പെട്ടാൽ ഞങ്ങൾ തടയും എന്ന് പറയാൻ ചെറുവിരൽ പൊക്കാൻ അവിടെ ഒരാളുണ്ടാവില്ല. ഒക്കെ പാപബുദ്ധികളാണ്. ഒരു ഈയാമ്പാറ്റയുടെ കൂടെ അനവധി ഈയാമ്പാറ്റകൾ വന്നിരിക്കുകയാണ് ഒരു കൂട്ടാഹുതി നടത്താൻ. അതാണ് അവിടുത്തെ നില. സമുപവിഷ്ടാനാം സർവേഷാം പാപചേതസാം തവ മധ്യാവതരണം. അയ്യോ, അവരുടെ മധ്യത്തിൽ അങ്ങ് പോയി ഇറങ്ങാൻ പോവാണ്. ഇതൊരു കാശിക്ക് പോക്കല്ല, ഒരു രാമേശ്വരം പോക്കല്ല, ഒരു മാനസരോവരിലേക്കുള്ള പോക്കല്ല. അങ്ങ് പാപികളായിട്ടുള്ളവർ തടിച്ചുകൂടിയിട്ടുള്ള ഒരു സദസ്സിലേക്കാണ് പോകുന്നത്. അങ്ങേപ്പോലെ ഒരാൾ അവിടെ ചെന്ന് ഇറങ്ങണതോ പ്രവേശിക്കണതോ ഈ വിദുരന് സ്വല്പമെങ്കിലും രുചിക്കുന്നില്ല, മനസ്സിന് സമ്മതം തോന്നുന്നില്ല, ആസ്വദിക്കാൻ പറ്റില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കൃഷ്ണന്റെ പോക്കിനെ കുറിച്ച് വന്നു കഴിഞ്ഞു, എത്തിക്കഴിഞ്ഞു. നാളെ സദസ്സിലേക്ക് പോവുകയാണ്. തലേ ദിവസം രാത്രിയുള്ള സംഭാഷണമാണ്. എത്ര അടുപ്പത്തിലാണ് വിദുരൻ സംസാരിക്കുന്നത്, എത്ര തന്മയത്വത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നതിൽ കൃഷ്ണനെ അകറ്റി നിർത്തിയല്ല, മനസ്സാ കെട്ടിപ്പിടിച്ചുകൊണ്ട് പുണർന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കാൻ കൃഷ്ണൻ അനുവദിക്കുന്നു. ആരായാലും അങ്ങനെയാണല്ലോ. ഒരു വീട്ടിൽ കയറി ചെന്നു, ആ വീട്ടുകാർ പറയുന്നത് നമുക്ക് കേൾക്കേണ്ടി വരില്ലേ? അതെ, ഞാനിവിടെ അത്താഴ ഊണ് കഴിച്ച് പോവാനാ വന്നേ, എൻ്റെ വിദുരമ്മ മിണ്ടരുത് എന്ന് പറയാൻ പറ്റുമോ? അവിടെ പറ്റില്ല. അപ്പം ആ ഔദാര്യത്തോടു കൂടി കേൾക്കുകയാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തേഷാം സമുപവിഷ്ടാനാം സർവേഷാം പാപചേതസാം തവ മധ്യാവതരണം മമ കൃഷ്ണ ന രോചതേ. എന്താ രുചിക്കാതെ ഇരിക്കാൻ കാരണം? ദുർബുദ്ധീനാം അശിഷ്ടാനാം ബഹൂനാം ദുഷ്ടചേതസാം പ്രദീപം വചനം മധ്യേ തവ കൃഷ്ണ ന രോചതേ. എത്ര വാത്സല്യത്തോടു കൂടിയാ വിദുരൻ സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കൽ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തൃപ്തിയാവണില്ല. ഈ കൃഷ്ണന് വല്ല അപകടവും വരുമോ? അദ്ദേഹത്തിൻ്റെ ഉത്തുംഗമായിരിക്കുന്ന ദൗത്യം നിഷ്ഫലമായി പോകുമല്ലോ. അങ്ങനെ വെള്ളത്തിൽ എഴുതിയതുമാതിരി ആവൂലോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കൃഷ്ണവാക്യങ്ങൾ എങ്ങനെ കേൾക്കേണ്ടതാണ്, എങ്ങനെ അനുസരിക്കേണ്ടതാണ്, ജീവിതം മുഴുവനും ആദർശമായി നമ്മുടെ കൂടെ ഒന്നായി ഭക്ഷണം അലിഞ്ഞു ചേർന്ന് രക്തമാകുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ആശയവും ആവശ്യവും ആദർശവും മൂല്യവും മാനദണ്ഡവും എല്ലാമായി ചേർന്നിരിക്കേണ്ടതാണ്. ആ വാക്കുകൾ പാഴായി പോവില്ലേ? ദുർബുദ്ധീനാം അശിഷ്ടാനാം ബഹൂനാം ദുഷ്ടചേതസാം. കണ്ടോ സംസ്കൃത വാക്കുകൾ? ആ ദുര്യോധനന്റെ സദസ്സിനെ, ആ വന്ന സ്ഥലത്തിനെ ചിത്രീകരിക്കുകയാണ്. ദുർബുദ്ധീനാം, അവരുടെ എല്ലാവരുടെയും ബുദ്ധി പ്രദുഷ്ടമാണ്, ദുർബുദ്ധികളാണ് എല്ലാവരും. അശിഷ്ടാനാം, ശിഷ്ടമായ ആചാരം ഒന്നും തന്നെ അവിടെ ഇല്ല. ഒരു ദൂതനാണ് വന്നത്, ആ ദൂതനെ മടക്കി പറഞ്ഞ് അയക്കുന്നത് വരെ നമ്മൾ ആതിഥേയ മര്യാദ പരിഗണിക്കണം, അതനുസരിച്ച് വേണം ജീവിക്കാൻ എന്നവർ കരുതിക്കൊള്ളണമെന്നില്ല. കൃഷ്ണനെ പോലും അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. കാരണം ദുഷ്ടബുദ്ധിയാണ്. അശിഷ്ടാനാം, ആരായാലും ഒരു സദസ്സിൽ പെരുമാറുമ്പോൾ നല്ല പോലെ പെരുമാറണ്ടേ? അവർ കീഴ്ക്കട ചെയ്തത് എന്താ? ഒരു ചൂത് കളിക്കാൻ വിളിച്ച് ഒരു രാജസദസ്സിനെ ചൂതുകളിക്ക് വേദിയാക്കി ആ ചൂതുകളിയിൽ തോറ്റതിൻ്റെ പേരിൽ അവരെന്താ ചെയ്തത്? ദ്രൗപദിയുടെ തലമുടി കടന്ന് ചുലുക്കി അങ്ങോട്ട് പിടിച്ച് കുലുക്കി വലിച്ചു. ലോകത്തിൽ ആരെങ്കിലും ചെയ്യോ അത്? എന്തൊക്കെ പറഞ്ഞാലും ഒരു രാജസദസ്സല്ലേ അത്, ഒരു ചക്രവർത്തി സദസ്സല്ലേ അത്, ഒരു പ്രാജ്ഞ സദസ്സല്ലേ അത്, ഒരു തത്വവിജ്ഞന്മാരായിട്ടുള്ള ഒരു സാന്നിധ്യമുണ്ട് അവിടെ ഒരു സ്ത്രീ എങ്ങനെ പിടിച്ചു വലിക്കാമോ? അതിന് എന്താണ് ന്യായം, എന്താണ് മര്യാദ? ചൂത് കളിച്ചു, പണ്ടയം വച്ചു, തോറ്റു, ഞങ്ങളുടെയായി ഇത്. അങ്ങനെ ആവുമോ ഒരു സാധനം? ഇതെന്താ വല്ല ഇരുമ്പൊലയ്ക്കോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ഗതയോ മറ്റുമാണോ അത്? ഒരു മനുഷ്യനാണ്. മനുഷ്യൻ ശ്വസിക്കുന്നിടത്തോളം കാലം, സംസാരിക്കുന്നിടത്തോളം കാലം, ചിന്തിക്കുന്നിടത്തോളം കാലം, ആദർശം ആലോചിക്കുന്നിടത്തോളം കാലം അച്ഛനായാലും അമ്മയായാലും മകനായാലും മകളായാലും അവർക്കൊരു വ്യക്തിത്വമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാനവ സമാജം മുഴുവൻ വ്യക്തികളുടെ പെരുക്കങ്ങളും കൂട്ടായ്മയുമാണ്. അതിൽ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് വലിയ സ്ഥാനവും മാനവുമാണ്.